Good morning, everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian, and welcome to the Hindu editorial analysis of 30th September 2022. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. നമ്മളപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ അനലൈസ് ചെയ്യാൻ പോവാണ്. വൊക്കാബുലറി നോക്കാം, ഗ്രാമർ സ്ട്രക്ചേഴ്സ് നോക്കാം, അതുപോലെ ഇന്ന് എന്താണ് അല്ലേ ജനറൽ അവയർനെസ് വേണ്ടേ, അപ്പോൾ ഇന്ന് എന്താണ് ന്യൂസിൽ വന്നിരിക്കുന്നത്, ഏതാണ് ആർട്ടിക്കിൾ ഇന്ന് വന്നിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഉഷാറായിട്ടിരിക്കുന്നല്ലോ, സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. അത് കേട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ പിള്ളേരെ. അപ്പോൾ ഇന്നത്തെ കോട്ട്, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് കോട്ട്. ഇന്നത്തെ കോട്ട് ഇതാണ്: നെവർ മിക്സ് യുവർ വേർഡ്സ് വിത്ത് യുവർ മൂഡ് ബിക്കോസ് യു വിൽ ഹാവ് മെനി ഓപ്ഷൻസ് ടു ചേഞ്ച് യുവർ മൂഡ് ബട്ട് യു വിൽ നെവർ ഗെറ്റ് എനി ഓപ്ഷൻ ടു റീപ്ലേസ് യുവർ സ്പോക്കൺ വേർഡ്സ്. നമുക്കൊക്കെ പറ്റുന്നൊരു അബദ്ധമാണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതിനെ പറ്റിയായിരിക്കണം കേട്ടോ. നമ്മൾ ചില സമയത്ത് നമ്മുടെ മൂഡ്, ഇന്ന് എൻ്റെ മൂഡൊക്കെ പോയി കിടക്കുക ഒക്കെ പറയില്ലേ, ഇന്ന് മൂഡ് ഔട്ടാണ്. അപ്പോൾ മൂഡ് ഔട്ട് ആയതുകൊണ്ട് എന്ത് ചെയ്യും, ആരെങ്കിലും നമ്മളോട് സംസാരിക്കാൻ വന്നാൽ അവരോട് നമ്മൾ തട്ടിക്കയറും അല്ലേ. നമ്മൾ പറയുമായിരുന്നു, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അങ്ങാടി തോറ്റൻ അമ്മയുടെ നെഞ്ചത്തുനിന്ന് അല്ലേ. അങ്ങനെ ഒരു ഇതുണ്ടല്ലേ, വീട്ടിൽ വന്ന് നമ്മൾ ദേഷ്യം തീർക്കും. ജോലിയുടെ കാര്യത്തിലുള്ള ടെൻഷൻ, പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ വീട്ടുകാരോട് തീർക്കും, നമ്മുടെ ഏറ്റവും അടുത്തുള്ളവരോട് നമ്മളങ്ങ് തീർക്കും. വി ടേക്ക് ദം ഫോർ ഗ്രാൻഡഡ് അല്ലേ. എന്നിട്ട് നമ്മുടെ മൂഡ് അനുസരിച്ച് നമ്മൾ വായി തോന്നിയൊക്കെ പറയും. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ വേർഡ്സുമായിട്ട് നമ്മുടെ മൂഡിനെ മിക്സ് ചെയ്യുമ്പോൾ, കൊളാബറേറ്റ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരും. എന്താണെന്നറിയോ, മൂഡ് ചേഞ്ച് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പാട്ട് കേൾക്കാം, സിനിമ കാണാം അല്ലേ, യാത്ര പോകാം അല്ലേ, ഇപ്പം നല്ല ഭക്ഷണം കഴിക്കാം, മൂഡ് അങ്ങ് സെറ്റ് ആയിക്കോളും. പക്ഷേ ഈ പറഞ്ഞ വാക്ക് നമ്മളോട് പറയില്ലേ, നമ്മുടെ അപ്പനോട് പറയുന്ന പോലെ വാവിട്ട വാക്കും അല്ലേ. ആറാം തമ്പുരാനിലെ മോഹൻലാൽ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലേ, ആറാം തമ്പുരാൻ നമ്മുടെ കുളപ്പള്ളി അപ്പനോട് പറയുന്ന ഡയലോഗ് ഉണ്ട്, വാവിട്ട വാക്കും കൈവിട്ടായതും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ. അതുപോലെയാ പോയി കഴിഞ്ഞാൽ വൺസ് ഇറ്റ് ഇസ് സ്പോക്കൺ ഇറ്റ് ക്യാൻ നോട്ട് ബി അൺഡൺ. നമ്മളിപ്പോൾ എത്ര ഇവിടെ സോറി പറഞ്ഞാലും സംഭവം നടക്കില്ല. അപ്പോൾ ഓർക്കുക, ചില സമയത്ത് കൈവിട്ട് പോകാതെ ഒന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇന്ന് അതായിരിക്കട്ടെ നമ്മുടെ ബി കോൺഷ്യസ് അബൌട്ട് ദാറ്റ് എവ്രി വൺ പീപ്പിൾ. സോ ലെറ്റ് സ്റ്റാർട്ട്. ഗുഡ് മോർണിംഗ് പീപ്പിൾ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ, നമ്മുടെ Adda247 ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വേഗം പോയിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാത്തവർ, കാര്യം നമുക്ക് ഈ ആപ്പിലൂടെയാണ് ക്ലാസ്സുകളൊക്കെ വരിക. അതുപോലെ തന്നെ ഈ ആപ്പിൽ നിങ്ങൾക്ക് ഡെയിലി ക്വിസസ് ഉണ്ട്, മോക്ക് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നു ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കാം, കേരള എക്സാംസ് കൊടുക്കാം. അങ്ങനെ ക്വിസസ് അറ്റൻഡ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, കറണ്ട് അഫയേഴ്സിൻ്റെ ബുള്ളറ്റിൻ പോയിന്റ്സ് നോട്ട് ചെയ്യാം, നോട്ട്സ് ആർട്ടിക്കിൾസ് റെഫർ ചെയ്യുക, നമ്മുടെ ജോബ് അലേർട്സ്, നോട്ടിഫിക്കേഷൻ ഒന്നും മിസ് ഔട്ട് ആവാതിരിക്കട്ടെ. മുന്നോട്ട് പോകാം. നമ്മുടെ Adda247 മലയാളം ചാനൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലേ. നമ്മുടെ ചാനലിൻ്റെ പ്രത്യേകത, നിങ്ങൾക്ക് SSCയുടെ ക്ലാസ്സുകളാണോ, KSന്റെ ക്ലാസ് ആണോ, ഇനി നിങ്ങൾക്ക് ബാങ്കിങ്ങിൻ്റെ ക്ലാസ് ആണോ, കേരള PSCയുടെ വിവിധ ക്ലാസ്സുകളാണോ, കോർട്ട് എക്സാം റിലേറ്റഡ് ക്ലാസ് ആണോ, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ക്ലാസ് ആണോ, എല്ലാ ക്ലാസ്സുകളും ഇവിടെ അവൈലബിൾ ആണ്. പഠിക്കാം, പ്രാക്ടീസ് ചെയ്യാം, മുന്നോട്ട് പോകാം. PYQ സെഷൻസ്, മോക്ക് ടെസ്റ്റ്, അതുപോലെ നമുക്ക് സ്ട്രാറ്റജി വീഡിയോസ്, കണ്ടന്റ് വീഡിയോസ് എല്ലാം ഇവിടെ കിട്ടും. ഒന്നും മിസ് ഔട്ട് ആവാൻ ഞങ്ങൾ സമ്മതിക്കില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത, നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ഔട്ട് ആവാതെ പോട്ടെ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് 30-ാം തീയതി ആദ്യത്തെ തന്നെ ഇമ്പോർട്ടൻറ്റ് കാര്യത്തെ നമ്മൾ ജനറൽ അവയർനെസ് ആണ് നമ്മുടെ പ്രയോറിറ്റി. അപ്പോൾ എന്താ കാര്യങ്ങൾ നടക്കുന്നത്, ഈ ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ നമ്മൾ ഹിന്ദു എഡിറ്റോറിയലെ ആർട്ടിക്കിളോട് അനലൈസ് ചെയ്യുന്നു. ആൻഡ് ദെൻ ഒബ്വിയസ്ലി ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങളുടെ വേർഡ്സ് കൂടും, വാക്സമ്പത്ത് കൂടും അല്ലേ. നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമുക്കൊന്ന് റീബിൽഡ് ചെയ്തെടുക്കാം. നിങ്ങളുടെ റീഡിംഗ് എബിലിറ്റി, നിങ്ങളുടെ കോംപ്രിഹെൻഷൻ സ്കിൽസ്, പിന്നെ അതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, നിങ്ങൾ പോലെ അതായത് സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് ഇംപ്രൂവ് ആവും. റൈറ്റിംഗ് എബിലിറ്റി ഇതിൽ കൂടെ കൂടും. എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും, സെൽഫായിട്ട് ചുമ്മാ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. അതിപ്പോൾ UPSC പ്രിപ്പയർ ചെയ്യുന്നവർക്കും, KS, കേരള PSC എക്സാംസ്, SSC, ബാങ്കിങ്, അതുപോലെ ഫുഡ് കോർപ്പറേഷൻ, കോർട്ട് എക്സാംസ്, ഏതായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ ഈ സെഷൻ. അപ്പോൾ എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. നമുക്ക് തുടങ്ങാം നമ്മുടെ ക്ലാസ്. അപ്പോൾ ഇന്ന് 2 ആർട്ടിക്കിളാണ് വന്നിരിക്കുന്നത്. എല്ലാ ദിവസവും 2 ആർട്ടിക്കിളാണ്. ഒരു വളരെ ക്രിട്ടിക്കലായ ഒരു ആർട്ടിക്കിളുണ്ട്, നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് ഇല്ലേ, കഴിഞ്ഞ ദിവസം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, കേരളത്തിൽ വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ട് അല്ലേ, വയലൻ്റ് ആയിരുന്നു, വളരെ വയലൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആക്ടിവിറ്റീസ് ബാൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യം നമ്മളൊരു ആപ്പ് പോലും ബാൻ ചെയ്യരുതെന്ന് പറയല്ലേ. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ബാൻ ചെയ്താൽ അത് വലിയ പണിയാണ് കിട്ടാൻ പോകുന്നത്. സോ ഒരു കാര്യത്തിന് നമ്മൾ ബാൻ ചെയ്യരുത്, നമുക്കത് കറക്ഷൻ മെത്തേഡിലോട്ട് പോകാം. പക്ഷേ ബാനിങ് ഇസ് നോട്ട് എ സൊല്യൂഷൻ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു സ്ലഡ്ജ് ഹാമർ, എന്താ പറയുക, സ്ലഡ്ജ് ഹാമർ എന്ന് പറയുമ്പോൾ തന്നെ, ഹാമർ എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് വയ്ക്കും, ചുറ്റിയെടുത്ത് അടിച്ചടിച്ചടിച്ച് ഒരാൾ ഇതാക്കുവാണ്. അപ്പോൾ ഹോം മിനിസ്ട്രിയുടെ ഡിസിഷൻ ശരിയായില്ല എന്നൊരു രീതിയിൽ വളരെ ക്രിട്ടിക്കലായ ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഇന്ന് നമ്മുടെ ഓതർ പറയുന്നു. ആൻഡ് ഇറ്റ് ഹാസ് എ പൊളിറ്റിക്കൽ കൊണോട്ടേഷനും അതും ഇതും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കത് വായിക്കാം. ഇഫ് യു വാണ്ട് യു ക്യാൻ റീഡ് ഇറ്റ്. സെൽഫ് റീഡബിൾ ആണ്, വായിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിനെപ്പറ്റി അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കുന്നതാണ്. ഇനി കൂടുതലായിട്ട് വായിച്ച് കുളവാക്കേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബട്ട് ഇന്ന് നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾ ഉണ്ട് അബൌട്ട് ഇവോൾവിങ് ചെയർ. അവിടെ എന്തിനെ പറ്റിയാൽ നമ്മുടെ ചീഫ് ഡിഫൻസ് സ്റ്റാഫിനെ
CDS പോസ്റ്റുകൾ വിളിക്കുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ CDS പോസ്റ്റിലെ നമ്മുടെ ചീഫ് ഡിഫൻസ് പോസ്റ്റിലോട്ട് ഉള്ള നിയമനത്തെ പറ്റി ചെയർ ഇവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങളെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ആൻ ആർട്ടിക്കിൾ ടു പോണ്ടർ ഓൺ. അപ്പോൾ നമുക്ക് ആ ആർട്ടിക്കിളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്ത് ചെയ്യും? ഉഷാർ? എല്ലാവരും നല്ല ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഉഷാറാണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഉഷാറാണെങ്കിൽ ഒരു ലൈക്ക് ഇട്ടിട്ട് തുടങ്ങി. എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ, ഡെയിലി കാണുന്നവരാണെങ്കിൽ, വീഡിയോ ഇഷ്ടമാണെങ്കിൽ, ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ഉറപ്പായിട്ട് ഒരു ലൈക്ക് ഇട്ട് തുടങ്ങി. നമുക്ക് ഉഷാറായിട്ട് കാര്യങ്ങൾ തുടങ്ങാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമ്മുടെ വേർഡ്സിൽ ഫ്രേസസ്, ഇഡിയംസ്, വൺ വേർഡ്സിലോട്ട് പോകാം. എന്നിട്ട് വൊക്കാബുലറിയിലെ മറ്റു വേർഡ്സ്, സിനോണിംസ്, ആന്റണിംസ്, കൺഫ്യൂസിംഗ് വേർഡ്സ്, റിലേറ്റഡ് വേർഡ്സിലോട്ടൊക്കെ പോകാം. പിന്നെ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ ഹോംവർക്ക് നോക്കാം. ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് ഞാൻ തരാം. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. പിക്കപ്പ്. ഓക്കെ, പിക്കപ്പ്. നിങ്ങൾക്കറിയാം പിക്കപ്പുകൾ അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പിക്കപ്പുകൾ ഒരുപാടുണ്ടല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു ലഗേജ്, ഐ മീൻ നോട്ട് ലഗേജ്, വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും എടുക്കണമെങ്കിൽ പിക്കപ്പ് കൊണ്ടുവരാറുണ്ട് അല്ലേ? പിക്കപ്പ് ചാക്ക് കിട്ടും അല്ലെ? വലിയ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ പിക്കപ്പ് ഒക്കെ വിളിക്കാറുണ്ട്. സോ പിക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊക്കെ ആണെങ്കിൽ കാർഷിക കുടുംബത്തിൽ പെടുന്ന ഒരാളാണ്. അപ്പോൾ ചെറുപ്പത്തിൽ ഇപ്പോൾ കാണുന്നില്ലെന്നല്ലേ, ചെറുപ്പത്തിൽ കാണുമായിരുന്നു ഇഞ്ചി, അതുപോലെ തന്നെ നമ്മുടെ ചേന, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവന്ന് പിക്കപ്പൊക്കെ വിളിച്ചിട്ടാണ്. ബിക്കോസ് ഇത് കൊടുക്കാൻ കടയിൽ കൊടുക്കാനേ ഇത് പോകുന്നത് പിന്നെ പിക്കപ്പ് വിളിച്ചിട്ടായിരുന്നു. അപ്പോൾ പിക്കപ്പ് അറിയാലോ, അതൊരു പിക്കപ്പ്, അത് ഒറ്റ ഇതില്ല പിക്കപ്പ് എന്ന് പറയുന്നത്. പക്ഷെ പിക്കപ്പ് ചെയ്യുക ഇസ് എ ഫ്രേസൽ വേർബ്. എന്താ? ലിഫ്റ്റ് ചെയ്യുക, ഒരു കാര്യത്തിനെടുത്ത് പൊന്തിക്കുക. അടുത്ത എന്താണ്? കളക്ട് ചെയ്യുക. ലെറ്റ് മീ പിക്ക് ഹിം അപ്പ്. ഞാൻ അവനെ പിക്ക് ചെയ്യാലോ അല്ലേ? ഇന്ന് ഞാൻ എയർപോർട്ടിൽ പോയിരുന്നു അവനെ പിക്ക് ചെയ്യാൻ എന്നൊക്കെ പറയില്ലേ? അല്ലെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വന്ന് നിന്നെ പിക്ക് ചെയ്യാം. അല്ലെങ്കിൽ രാവിലെ ബസ് ഇറങ്ങോ, വെളുപ്പിനാണോ, ഒന്ന് ഞാൻ പിക്ക് ചെയ്യാലോ നിന്നെ ഒന്ന്. ദാറ്റ് ഇസ് പിക്കപ്പ് കേട്ടോ. അത് പിന്നെ ഒരു കാര്യമുണ്ട്, പിക്കപ്പ് സംതിങ് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു മീനിങ് കൂടി ഉണ്ട്. എൻഗേജ്, ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആവുക, ആ കാര്യത്തിൽ ടേക്കപ്പ് ചെയ്യുക, ഒരു കാര്യത്തിനെ ഏറ്റെടുക്കുക, എൻഗേജ് ചെയ്യുക എന്നൊരർത്ഥവും പിക്കപ്പിനുണ്ട്. ഓർത്ത് വെച്ചാൽ പിക്കപ്പിന് 3 അർത്ഥം ഇപ്പം തന്നെ നമ്മൾ പഠിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഫ്രേസൽ വേർബുകൾക്ക് എപ്പോഴും ഒരു മിനിമലായിട്ട് പറയുകയാണെങ്കിൽ 4 മീനിങ് എങ്കിലും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ പിക്കപ്പിൻ്റെ അർത്ഥം ലിഫ്റ്റ് ചെയ്യുക, കളക്ട് ചെയ്യുക, എൻഗേജ് ചെയ്യുക എന്നൊരു അർത്ഥമുണ്ട്. അടുത്തത് ബ്രിങ് ഇൻ. ലെറ്റ്സ് ബ്രിങ് ഇൻ സം എനർജി പീപ്പിൾ. ബ്രിങ് ഇൻ ചെയ്യാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലെറ്റ്സ് ബ്രിങ് ഇൻ എ ന്യൂ ബാച്ച്. നമുക്കൊരു കാര്യം ചെയ്യും, ഒരു പുതിയ ബാച്ച് കൊണ്ടുവന്നേക്കാം, ലോഞ്ച് ചെയ്യാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെ പറയില്ലേ? അതാണ് ഈ ബ്രിങ് ഇൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ബ്രിങ് ഇൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ലോഞ്ച് ചെയ്യുക എന്നൊക്കെയാണ്. സ്ഥിരമായിട്ട് കേട്ട് പരിചയമുള്ള വാക്കാണ് അല്ലേ? നമ്മളിത് ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്ത സിനർജി. സിനർജി കേട്ടുണ്ടോ? സിനർജി എന്ന് പറഞ്ഞ കമ്പനിയൊക്കെ ഉണ്ട്, അറിയായിരിക്കും. സിനർജി അറിയായിരിക്കും അല്ലേ? അപ്പോൾ സിനർജി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കമ്പൈൻഡ് ആക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻ. ഒറ്റയാളാണോ? അല്ല. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ? ഇറ്റ്സ് എ കമ്പൈൻഡ് ആക്ഷൻ. ഒരാളുടെ അല്ല, ഒന്നിലധികം ആൾക്കാരുടെ. ഇറ്റ്സ് ലൈക്ക് എ കമ്പൈൻഡ് ആക്ഷൻ, ജോയിന്റ് ഓപ്പറേഷൻ എന്നൊക്കെ പറയില്ലേ? അതിനാണ് നമ്മൾ സിനർജി എന്ന് പറയാം. ഓക്കെ, സിനർജി. ഇപ്പോൾ എനിക്കൊന്ന് ഗ്രൂപ്പ് ഡിസ്കഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ യുൽ ബി ഹിയറിങ് എ ലോട്ട്. നിങ്ങൾ ഒരുപാട് കേൾക്കും. യു വിൽ ഹിയർ അബൌട്ട് ഇറ്റ്. ഈ സിനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കേട്ട് പരിചയം ഉണ്ടാവും, അല്ലെങ്കിൽ കേൾക്കും. ഇനി കേൾക്കാത്തവർ കേൾക്കും കേട്ടോ. അത് നിങ്ങൾ ഓർത്താൽ മതി, സിനർജി എന്ന വാക്ക്. അടുത്തത് ഒപ്റ്റിമൈസേഷൻ. എന്താണ് ഒപ്റ്റിമൈസേഷൻ? ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ മേക്കിംഗ് എ സിറ്റുവേഷൻ. ഒപ്റ്റിമൈസ് ചെയ്യുന്ന എന്താ അർത്ഥം? ഇഫക്റ്റീവ് ആക്കുക എന്നല്ലേ? അപ്പോൾ മേക്കിംഗ് എ സിറ്റുവേഷൻ ആസ് എഫക്റ്റീവ് ആസ് പോസിബിൾ. എത്ര ഇഫക്റ്റീവ് ആകാൻ പറ്റുമോ അത്ര ഇഫക്റ്റീവ് ആക്കി മാറ്റുകയാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യാന്ന് പറയാൻ. അപ്പോൾ ആ ആക്കുന്ന അവസ്ഥയ്ക്ക് നമ്മൾ പറയുന്ന നൗൺ ഫോർമുലേഷനാണ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? All the crops were picked up from different localities and garnered to get final product. That's great. അടുത്ത് നോക്കാം. ടേക്ക് പാർട്ട്. എന്താണ് ടേക്ക് പാർട്ട് ചെയ്യുക? ടേക്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നാണ്. ടേക്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അല്ലെ? ഒരു കാര്യത്തിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കെടുക്കുക. അതാണ് ടേക്ക് പാർട്ട്. ലെറ്റ് മീ ടേക്ക് പാർട്ട് ഇൻ ദ ഡിസ്കഷൻ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഡിസ്കഷനിലൊന്ന് പങ്കെടുത്തേക്കാം. I want everybody to take part in this discussion. I want everybody to take part in sentence framing. I want everybody to take part in editorial session. എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, എല്ലാവരും സെന്റൻസ് മേക്ക് ചെയ്യണം അല്ലെ? അതിന് സെന്റൻസ് മേക്കിങ്ങിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ഞാൻ പറയില്ലേ? അതാണ് ടേക്ക് പാർട്ട്. പീപ്പിൾ ടേക്ക് പാർട്ട്. ഓക്കെ, അടുത്തത് ബ്രിങ് ടു ജസ്റ്റിസ്. ബ്രിങ് ടു ജസ്റ്റിസ് എന്ന് പറയുന്നത് ഒരു ഇഡിയമാണ്. എന്താണ് അതിൻ്റെ മീനിങ്? സെൻഡ് സംബഡി ടു ട്രയൽ ഫോർ എ ക്രൈം. നമ്മൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്യാൻ വേണ്ടി തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ നീതിക്ക് മുമ്പിലോട്ട് കൊണ്ടുവരണം എന്ന് പറയില്ലേ? അതാണ് ലിറ്ററലി ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ. അതിൻ്റെ അർത്ഥം ആ തെറ്റ് ചെയ്ത ആൾ, ഇപ്പം ഞാനാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ട്രയൽ ചെയ്യപ്പെടണം,
അല്ലേ, ഞാൻ വിധിക്കപ്പെടണം അല്ലേ, അപ്പോൾ ഞാൻ കോർട്ടിൽ ചെന്ന് ട്രയൽ ചെയ്യപ്പെടണം, ട്രയലിന് വേണ്ടി ചെന്ന് ചെയ്യണം. അതിനുവേണ്ടി എന്നെ പറഞ്ഞു വിടുന്ന അവസ്ഥയ്ക്കാണ് ബ്രിങ് ടു ജസ്റ്റിസ് എന്ന് പറയാം. അതായത് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്താൽ എന്നെ കോടതി കയറ്റണം, കോടതിയിൽ ഹിയറിങ്ങിന് വേണ്ടി കൊണ്ടുപോകണം. അതിനാണ് ബ്രിങ് ടു ജസ്റ്റിസ്, നീതിയുടെ മുമ്പിലോട്ട് കൊണ്ടുവരട്ടെ അല്ലേ, അതാണ് ബ്രിങ് ടു ജസ്റ്റിസ് എന്ന് പറയാം. ഓക്കെ അല്ലേ, ഓക്കെ ആണല്ലോ. അടുത്ത വിജിലന്റിസം അല്ല, വിജിലന്റിസം ഇപ്പോൾ ഈയിടെയായിട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്നുണ്ട് അല്ലേ. അതായത് വിജിലന്റിസം എന്ന് പറഞ്ഞാൽ അറിയാതെ എനിക്കൊരു ലീവ് വരുന്നുണ്ട്, ലീവ് ഇവിടെ ഇല്ല കേട്ടോ. വിജിലന്റിസം എന്ന് പറഞ്ഞാൽ വിജിലന്റ് ആയിരിക്കും, നമുക്ക് വിജിലന്റ് ഓർത്ത് വെച്ചോണം കേട്ടോ. വിജിലന്റ് എന്ന വാക്ക് പറയുമ്പോൾ പല വാക്കുകൾ ഓടി ഓടി വരും, ഓർത്തോണം. ഒന്ന് വിജിലന്റേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വിജിലന്റേ അല്ലല്ലോ, വിജിലന്റ് അല്ല മിസ്സേ, അല്ല, ഇതൊരു ഫ്രഞ്ച് പദം കേട്ടോ, ഇത് നൗൺ ആണ്, ഇത് ആൾക്കാരെ പറ്റി പറയുന്നത്. പീപ്പിൾ, ഇറ്റ്സ് അബൌട്ട് വിജിലന്റേ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണെന്ന് ഞാൻ പറയാം, അത് വേറെ കാര്യം. ഈ വിജിലന്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. പിന്നെ വിജിലന്റ് ആയിട്ടിരിക്കാം അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്, വേറൊരു പദമാണ് വിജിലന്റ് ആയിരിക്കാം. സോ വിജിലന്റ് ആയിരിക്കുക എന്ന് പറയുന്നത് അർത്ഥം അലേർട്ട് ആയിരിക്കും അല്ലേ, വളരെ ശ്രദ്ധാലുവായിട്ടിരിക്കുക കേട്ടോ. ഇറ്റ്സ് എൻ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ വിജിലന്റ്. അത് ഞാൻ പറഞ്ഞ വിജിലന്റിന്റെ ഈ വന്നാലേ നൗൺ ആവത്തുള്ളൂ, ഈ വന്നില്ലെങ്കിൽ അത് അഡ്ജക്റ്റീവാ, പാർട്സ് ഓഫ് സ്പീച്ച് മാറിപ്പോയത് കേട്ടോ. അലേർട്ട് ആവുക, കോൺഷ്യസ് ആവുക, കെയർഫുൾ ആവുക എന്നാണ് വിജിലന്റ് ആവുക എന്നുള്ള വിജിലന്റ് എന്ന അഡ്ജക്റ്റീവിന്റെ അർത്ഥം. അപ്പൊ വിജിലന്റേ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. എന്ത് ഗ്രൂപ്പാന്ന് ഇപ്പൊ പറയാം. വിജിലന്റിസം എന്ന് പറഞ്ഞാൽ ലോ എൻഫോഴ്സ്മെന്റ് അണ്ടർടേക്കൺ വിതൗട്ട് ലീഗൽ അതോറിറ്റി. ലീഗൽ അതോറിറ്റി ഇല്ലാതെ നിയമം കയ്യിലെടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിനെയാണ് വിജിലന്റിസം പറയാം. ആരാണ്? സെൽഫ് അപ്പോയിന്റഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു എക്സാമ്പിൾ പറയാം. പണ്ട് നമ്മൾ പറയില്ല മധുവിന്റെ കേസ്, പണ്ടെന്ന് പറയാൻ കാരണം കുറച്ചായി, ഇപ്പോൾ അതിനെപ്പറ്റി എല്ലാവരും മറന്നിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഒരു സിനിമേന്റെ കാര്യം പറയുമ്പോൾ ഇടയ്ക്ക് വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഇത്ര വർഷം ആനിവേഴ്സറി ആകുമ്പോൾ വരും. അങ്ങനെ പണ്ട് മധുവിനെ തല്ലിക്കൊന്ന കേസ് ഓർമ്മയുണ്ടല്ലോ, ഒരു ഭക്ഷണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞല്ലേ, ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചോ, അതിനാണ് അവനെ തല്ലിക്കൊന്നതെന്ന് പറഞ്ഞു. അപ്പോൾ മധുവിനെ തല്ലിക്കൊന്നപ്പം ഈ തല്ലിക്കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാവുമല്ലോ. അത് മാത്രമല്ല, നമ്മളിപ്പോൾ പറയാണിപ്പോൾ ഇല്ല കുറച്ചുകൂടെ എളുപ്പത്തിൽ പറയാം. തേന്മാവിൻ കുമ്പത്തിനകത്ത് മോഹൻലാലിനെ പിടിച്ചിട്ട് മോഹൻലാൽ വീട്ടിൽ ഒളിഞ്ഞു നോക്കിയെന്ന് പറഞ്ഞാൽ മോഹൻലാലിനെ പിടിച്ച് കെട്ടിയിടില്ലേ, ആ കെട്ടിയിടുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ് വിജിലന്റേ. ആൻഡ് ആ കെട്ടിയിടുന്ന അവസ്ഥ, ശിക്ഷിക്കപ്പെടുന്ന ലോ എൻഫോഴ്സ്മെന്റ് പോലീസിനെ വിളിച്ചൊന്നുമില്ല, എന്ത് ചെയ്തു, ആ കെട്ടിയിടും, മരത്തെ കെട്ടിയിട്ടിട്ട് സ്വന്തമായിട്ട് അവർ ശിക്കുക, അവർ നിയമം കയ്യിലെടുക്കുക. അതിന് നിയമം കയ്യിലെടുക്കുന്ന ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നമുക്ക് പറയാം വിജിലന്റേ എന്ന് പറയാം. ഇപ്പം നമ്മൾ പോപ്പുലർ ഫ്രണ്ട് കാണിച്ച പരിപാടി വയലന്റ് ആയിട്ട് അവരങ്ങ് ശിക്ഷിക്കുവാണ്. അപ്പം അതിന് നമുക്ക് ഒരു വിജിലന്റിസം എന്ന ആ ഒരു അപ്രോച്ച് പറയാം. ദാറ്റ് ഇസ് നൗൺ ഫോർ ദാറ്റ്. അന്ന് ആ ആൾക്കാർക്ക് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്ന പേരാണ് വിജിലന്റേ. പക്ഷെ വിജിലന്റ് ആയിരിക്കും ഇറ്റ്സ് എ പോസിറ്റീവ് വേർഡ് ആണ്, ഇതുമായിട്ട് ബന്ധം ഏറെക്കുറെ ലിമിറ്റ് ബന്ധമുള്ളൂ. പക്ഷെ സംഭവത്തിന്റെ മീനിങ് ഇതാണ്, അലേർട്ട് ആയിരിക്കുക എന്ന് മാത്രമാണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇത് കൂടുതൽ ക്ലാരിറ്റി വേണ്ടല്ലോ, ഇത് ഓർത്തിരിക്കുക. ദാറ്റ് ഇസ് വിജിലന്റേ. നമ്മൾ പറയില്ലേ അവരങ്ങ് നിയമം കയ്യിലെടുക്കുകയാണ്, അതിനാണ് വിജിലന്റേ പറയാം കേട്ടോ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് യുവർ സെന്റൻസസ്. യെസ്, government brought in a new scheme for students. That's great, Amala. The trucks waited at the warehouse to pick up their loads. That's great. All trash were picked up from the room. That's great. She's not all trash were അല്ല, trash is an uncountable noun കേട്ടോ. ഇർഫാന, trash എന്ന് പറയുന്നത് uncountable noun ആണേ. അപ്പോൾ നമ്മൾ എന്ത് പറയണം, all trash was picked up from the room എന്ന് ഓർക്കണം. ഷീസ് നോട്ട് വില്ലിംഗ് ടു ടേക്ക് പാർട്ട് ഇൻ ഡാൻസ് കോമ്പറ്റീഷൻ. മേഘ ആണോ? എന്നാൽ പിന്നെ പോട്ടെ, വിട്ടുകളഞ്ഞേക്കാം അല്ലേ. ഒപ്റ്റിമൈസേഷൻ ഓഫ് ദ അവൈലബിൾ റിസോഴ്സസ് പേവ് ദ വേ. പേവ് ദ വേ എന്തിനാടാ? പേവ് ദ വേ ഫോർ ദിസ് ട്രബിൾ അല്ലെ, സോറി, ഫോർ ദിസ് ട്രയംബ്. ക്ഷമാസേ, ഫോർ ദിസ് ട്രയംബ് അല്ലെ, പേവ് ദ വേ ഫോർ ദിസ് അല്ലെ എന്ന് പറയാം. അബിൻ, ഗുഡ് മോർണിംഗ്. അബിനാണോ എബിനാണോ? ഷീ ഡിസൈഡഡ് ടു പിക്ക് അപ്പ് ദ ടാസ്ക് of bringing in free motivational classes every day. That is great. The Kerala PWD brought in a new scheme called Jarangal Karchakar Alla Kavalkarana. That's it. Yes, this is an opportunity to bring in new talent. That's great. When I was in school days അല്ല, അശ്വതി ഡ്യൂറിങ് മൈ സ്കൂൾ ഡേയ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ പറയാം വെൻ ഐ വാസ് ഇൻ സ്കൂൾ എന്ന് കൊടുക്കുക. സ്കൂൾ ഡേയ്സിലായിരിക്കുമ്പോൾ എന്നല്ല, ഞാൻ സ്കൂളിലായിരിക്കുമ്പോൾ അല്ലേ. ഇന്ന് എവിടെയാ ഒരു സ്ഥലത്തെ പറ്റി പറയുമ്പോൾ അല്ലേ, ലൊക്കാലിറ്റി, ഇന്ന സ്ഥലത്തായിരുന്നപ്പോൾ, ഞാൻ സ്കൂളിലായിരുന്നപ്പോൾ അല്ലേ പറയാം. അപ്പം എന്നെ കൊടുക്കാം വെൻ ഐ വാസ് ഇൻ സ്കൂൾ, അല്ലെങ്കിൽ കൊടുക്കാം ഡ്യൂറിങ് മൈ സ്കൂൾ ഡേയ്സ്. രണ്ട് രീതിയിൽ എഴുതാം. ഐ യൂസ് ടു ടേക്ക് പാർട്ട് ഇൻ വേരിയസ് കോമ്പറ്റീഷൻ ആണോ? അല്ല, വേരിയസ് കോമ്പറ്റീഷൻസ്. പ്ലൂറൽ കൊടുക്കേണ്ട ശ്രുതി. വേരിയസ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. കോമ്പറ്റീഷൻസ് പ്ലൂറൽ കൊടുക്കുക, കൗണ്ടബിൾ നോൺ പ്ലൂറൽ. ഓക്കെ,
Yeah. Adda always brings in new courses at 70% discount. Shankare. നീ വീണ്ടും വന്നോ? ഇന്നലെ വന്നു ഞാൻ വിചാരിച്ചു നീ പിന്നെ അടുത്ത ദിവസം ഇനി മുങ്ങുമായിരിക്കും. നീ വീണ്ടും വന്നോ? ഓ ദൈവമേ നീ വീണ്ടും വന്നോന്ന് അല്ലേ? ശങ്കർ കൊള്ളാം. ഗുഡ് മോർണിംഗ്. ഷി വാസ് റിലക്റ്റന്റ് ടു ടേക്ക് പാർട്ട് ഇൻ ദ പാർട്ടി. ഓൾ റൈറ്റ്. കോമ്പറ്റീഷൻസ് അത് അശ്വതി ചെയ്ത് തിരുത്തി അല്ലേ? ഗ്രേറ്റ് വർക്ക്. ആദിവാസി യങ് മാൻ മധു ഇസ് എ വിക്ടിം ഓഫ് വിജിലന്റിസം. ഉറപ്പായിട്ട് വിജിലന്റിസം. ഓ ഈ റിൻറ്റു മിസ് ഈസ് ഇൻ ലൈൻ വിത്ത് her sister. Rintu Miss is in line with hisso. ഞാൻ ആങ്കോച്ചല്ലടാ. Her sister to take part with her in the journey. Yes, I am. പാക്കിംഗ് ഒക്കെ ആയിരുന്നു. ഇന്ന് രാവിലെ താമസിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി താമസിച്ച് കടന്നത്. എന്താ ചെയ്യുക അല്ലേ? പിന്നെ ഇന്നൂടെ അല്ലേ ഉള്ളൂ. നാളെ അങ്ങ് പൊക്കോളും എന്ന് വിചാരിച്ചിരിക്കുക. ഇന്ന് വൈകിട്ട് ഞങ്ങൾ ചെല്ലും. അവളെ കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. നാളെ വെളുപ്പിന് അവൾ നാട് വിടും. Their synergy to bring the criminals to justice proved to be an optimized effort. That's great. In the political satire, a common man struck the chord of many by bringing the minister to justice. That's great. They refused to take part in the discussions. സദാചാരം തന്നെ. സദാചാരം പക്ഷേ കുറച്ചൊരു വ്യത്യാസമുണ്ട്. സദാചാരം ഏറെക്കുറെ സദാചാരമാണ്. കാര്യം വെച്ചാൽ അനൂപേ, സദാചാരം എന്ന് പറയുമ്പോൾ നമ്മൾ പറയും മോറൽ പോലീസിങ്. സദാചാരത്തിന്റെ കറക്റ്റ് വേർഡ് മോറൽ പോലീസിങ് ആണ്. നമ്മൾ പറയില്ല മോറൽ പോലീസുകൾ ഒരുപാടുണ്ട് ഇവിടെ എന്ന് പറയില്ലേ? അതാണ് സദാചാരക്കാരും സദാചാരം. ഇത് പക്ഷെ വിജിലൻസും നിയമം കയ്യിലെടുക്കുന്നവരല്ലേ? അതാണ്. The abysmal situation will be overcame അല്ല വിനു. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു റെഗുലർ വേർബ് ഓർക്കണം. നീ കണ്ടായിരുന്നു ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഓർമ്മയില്ലടാ. കം എന്ന വാക്കിന്റെ V2 കെയിം ആണ്, പക്ഷെ V3 കമ്മ് തന്നെയാണ്. അപ്പോൾ ഓവർകം മാറിപ്പോരുതേ. അപ്പൊ എന്ത് കൊടുക്കണം? ഓവർകം കൊടുക്കണം കേട്ടോ. The abysmal situation will be overcome by synergy of people. On the basis of festival Amazon, Meeshoയുടെ spelling MEESHO ആണ് ഷൈനി, etc. bringing new offers. ഫ്ലിപ്കാർട്ടും ഉണ്ട്. After the COVID pandemic, the government succeeded in optimization. That's great. I'm going to the railway station to pick him up. That's great. The Apex squad brought in a new hop to single woman ആണ്, women അല്ല, single woman. New hop to single woman അല്ലേ? ഓക്കെ. സിംഗിൾ വിമൻ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി പറയുകയാണല്ലേ? ഓക്കെ, ദാറ്റ്സ് റൈറ്റ്. സോറി. The Apex squad brought in a new hope to single women. The Apex squad brought in a new hope to single women, the right of choice of abortion. Yes, ഞാനത് കേട്ടപ്പോൾ ഇന്നലെ ഭയങ്കര ഹാപ്പിയായി. കാരണം എന്നറിയാം, ഭയങ്കര ഹാപ്പിയായി. എന്താ അവിടെ നമുക്ക് മനസ്സിലാവും അല്ലേ, അബോർഷൻ ചെയ്യാൻ സുപ്രീം കോർട്ട് ഇന്നലെ പറഞ്ഞത്. ഞാൻ ഭയങ്കര സന്തോഷം, ഇന്നലെ രാത്രി ഭയങ്കര സന്തോഷമായി അത് കേട്ടപ്പോഴേ. കാര്യം സുപ്രീം കോർട്ട് ഒരു വിധി കൊടുക്കുകയാണ്. കല്യാണം കഴിച്ചാലും വിവാഹിതരായെങ്കിലും അവിവാഹിതരായ സ്ത്രീകൾക്കാണെങ്കിലും ഗർഭചിത്രം അബോർഷൻ ചെയ്യാനുള്ള അനുമതിയുണ്ട് ലീഗലി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ആ വിധി പുറത്തോട്ട് വന്നപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എന്താണ്? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, പ്രിവിലേജ്ഡ് ആയ ഒരു സൊസൈറ്റിയും പ്രിവിലേജ്ഡ് അല്ലാത്തൊരു സൊസൈറ്റിയും. കല്യാണം കഴിച്ചു എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വിമന് പ്രിവിലേജ് കിട്ടുന്നു, കല്യാണം കഴിച്ചില്ല എന്ന പേരിൽ അപ്പോൾ ഈസ് കല്യാണം എ ലൈസൻസ് ടു ഗെറ്റ് അബോർട്ടഡ് എന്നൊരു ചോദ്യം അവിടെ വരും. അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. ഇപ്പോൾ ഇക്വാലിറ്റി അവിടെ വന്നു എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഐ എം സോ ഹാപ്പി. അതിലൊരു ഭയങ്കര സന്തോഷം, ഒരു നീതി കിട്ടിയതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ മാരിറ്റൽ റേപ്പ് ഇസ് ക്രൈം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതും വളരെ എന്താ പറയുക, ദാറ്റ് ഇസ് എ ഗ്രേറ്റ് ന്യൂസ് പീപ്പിൾ. ദാറ്റ്സ് എ ഗ്രേറ്റ് ന്യൂസ്. അപ്പോൾ ഞാൻ ദാറ്റ് ഈസ് നോട്ട് എ ഗ്രേറ്റ് ന്യൂസ്, ദാറ്റ്സ് എ ഗ്രേറ്റ് പീസ് ഓഫ് ന്യൂസ്. അതെ, ന്യൂസ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ തന്നെ തെറ്റിച്ചാൽ മോശമല്ലേ. യെസ്, ഐ എം സോ ഹാപ്പി ഹിയറിംഗ് ദാറ്റ് vigilantism is of a group of people made the situation exacerbate. Yes, that's great. Good morning Ashijite, good morning. Principal insisted everybody ഒറ്റ വാക്കാണ് സോനൽ, to take part in the program organized for പറയില്ല, അവിടേക്ക് വേണ്ടി എന്ന് പറയില്ലടാ സോനൽ, ഇങ്ങനെ എടുക്കാം. ഓർഗനൈസ്ഡ് ഓൺ October 2 കേട്ടോ. വിജിലന്റിസം സ്റ്റിൽ എക്സിസ്റ്റ്, സ്റ്റില്ല് പറയില്ല കേട്ടോ, സ്റ്റില്ലിൻ്റെ കൂടെ എക്സിസ്റ്റ്. ഷമാസെ നിനക്കിട്ട് ഇന്നലെ നീ നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ചിലിരുന്നപ്പോൾ ഞാൻ തന്നെ നിനക്ക് പറഞ്ഞു തന്നു വിജിലന്റിലിസം അല്ലാതെ സ്റ്റില്ലിന്റെ കൂടെ വിജിലന്റിലിസം ഹാസ് സ്റ്റിൽ ബീൻ അല്ലേ, അല്ലെങ്കിൽ ഹാസ് സ്റ്റിൽ എക്സിസ്റ്റഡ് എന്ന് പറയണം. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വേണ്ടേ? വേർ ദ റീജിയൻ ഇസ് റൂൾഡ് ബൈ റഗ് പീപ്പിൾ എന്ന് കൊടുക്കണം. എന്നാലും ഒരു വിഷമം അറിയ പോകുന്നതിനല്ലേ. പക്ഷേ ഇന്നലെ എന്നോട് പറയുകയാണെ, എടി നിനക്ക് സങ്കടമൊന്നുമില്ല, എന്നോട് ചോദിക്കാം, നിനക്ക് സങ്കടമില്ല ഞാൻ പോകുമ്പോൾ. ഞാൻ പറയാം, എന്തിന് നീ ജോലിക്ക് പോയില്ല, നമ്മൾ ഇത്ര നാളും കാത്തിരുന്ന് അല്ലേ, ഞങ്ങൾ 1 വർഷമായി ലോണിന് വേണ്ടിയൊക്കെ കാത്തിരുന്ന്, കുറച്ചൊരു കാത്തിരിപ്പിൻ്റെ ഒരു സമയമാണ്. ബട്ട് ഐ എം സോ ഹാപ്പി. കാര്യം എല്ലാവരും എന്നെ ക്രിട്ടിസൈസ് ചെയ്തു, നിനക്ക് വല്ല കാര്യമുണ്ടോ, നീ എന്തിനാ ഇതൊക്കെ പറഞ്ഞു, എന്നെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്തു. ഫാമിലിയിൽ
ഫാമിലിയിൽ കുറച്ച് ക്രിറ്റിസിസം ഉണ്ടെന്ന്, അതൊക്കെ ഞാൻ പിന്നെ വിട്ടു. ബട്ട് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ക്രിറ്റിസിസം കേൾക്കണ്ടായിരുന്നു, ഭയങ്കര ക്രിറ്റിസിസം ആയിരുന്നു. പക്ഷെ ഞാനിങ്ങനെ കട്ടയ്ക്ക് നിന്നു. അപ്പോൾ എന്നോട് അവൾ പറഞ്ഞു, നിനക്ക് സങ്കടം ഉണ്ടോടി ഞാൻ പോകുന്നതിന്? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്തൊരു സങ്കടം, ഒരു വർഷം കാത്തിരിപ്പല്ലേ, നീ പോയി പഠിച്ച് ജോലി മേടിക്കും, നിന്റെ കാര്യം സെറ്റാക്കുന്ന പറയും. അപ്പോൾ അവൾ പറയും, എടി അങ്ങനെ പറയരുത്, നീ സങ്കടപ്പെടണം, ഓരോ നിമിഷവും നീ എന്നെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ നീറണമെന്ന്. ഞാൻ പറഞ്ഞു, പോടി അവിടെ നിന്ന്. ഓവർ ഡ്രമാറ്റിക് ആക്കുമായിരുന്നില്ല അവൾ എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് ചിരി കൂടെ വന്നു. കാരണം ഞാനിപ്പോൾ ആ റിയാലിറ്റിയിലോട്ട് എത്തിയിട്ടില്ല കേട്ടോ. ലിറ്ററലി ഞാനിപ്പോൾ ആ റിയാലിറ്റിയിലോട്ട് എത്തിയിട്ടില്ല. എന്താണ് അവൾ പോകാന്നുള്ള റിയാലിറ്റിയിലോട്ട് ഞാൻ എത്തിയിട്ടില്ല. ബിക്കോസ് എനിക്ക് സമയമില്ല. ക്ലാസ് എടുക്കല അതിൻ്റെ ഇടയ്ക്ക്, ക്ലാസ് എടുത്ത് തീർക്കണമല്ലോ. കാരണം പോകുമ്പോൾ ആ ഒരു ബ്രേക്ക് നിങ്ങളെ ആരും സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നാളെ എഡിറ്റോറിയൽ ഉണ്ടാവും കേട്ടോ. നാളെ ഞാൻ എഡിറ്റോറിയൽ എടുക്കും. കാര്യം ഞാൻ വെളുപ്പിനെ അവളെ കൊണ്ടുപോയിട്ട് നേരത്തെ വരും. അപ്പോൾ ഞാൻ എന്തായാലും എഡിറ്റോറിയൽ ഉണ്ട്. നാളെ എഡിറ്റോറിയൽ ഉണ്ടേ, സാറ്റർഡേ എഡിറ്റോറിയൽ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ്, അതുകൊണ്ട് ഞാൻ ആ റിയാലിറ്റിയിലോട്ട് എത്തില്ല. ഇനി എപ്പോഴാണോ റിയാലിറ്റി വരിക എന്ന് എനിക്ക് അറിയത്തില്ല. മേ ബി എയർപോർട്ടിൽ ചെന്ന് നിൽക്കുമ്പോഴായിരിക്കും, നോക്കാം. The police have beaten the criminal before they bring him to justice. Great. Jio 5G spectrum will bring in this Diwali. Yes. Yes, in this Diwali. Everyone should take part in this program and bring in new ideas. That's great. It is difficult to make understand the vigilante what happened exactly. That's great, Ashwati. The vigilante which destroyed public property during the hartal should be brought to justice, of course. Howsia, good morning. Princey, good morning. Yeah, everyone should take part in the meeting. Ellarum take part alle. Yes, pick up, bring in synergy, optimization, take part, bring to justice, vigilantism. തീർന്നിട്ടില്ല, അടുത്ത സെറ്റിലോട്ട് പോകാം. ഒംനിബസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒംനിബസ് അറിയില്ലേ, വലിയ ബസ്സാണ്. അതിൽ എല്ലാം കൊള്ളും, വീട്, കുട്ടികൾ, കുടുംബം, അതിനിടയ്ക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം കൂടെ, ലൈക്ക് നമ്മൾ പറയില്ല ഈ പുറത്തെ രാജ്യത്ത്, ഇവിടെ വലിയ കാര്യമായിട്ടില്ല, ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ട്രാവൽ ഫ്രീക്കന്മാർ ഉണ്ട് നാട്ടിലുള്ളതുകൊണ്ട്, ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്ന ഫ്രീക്വൻസ് ഫാമിലി ഉണ്ട്. അതായത് ട്രാവൽ ഫ്രീക്ക് ഭയങ്കരമായിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ, അങ്ങനെയുള്ളവർ കുടുംബമായിട്ട് പോകും. അപ്പോൾ ഒംനിബസ് പോലെ ഒരു ട്രാവൽ എന്താ പറയുക, ഒരു ഇറ്റ്സ് ലൈക്ക് എ കാരവാൻ കൾച്ചർ എന്ന് പറയില്ലേ, ഒരു കാരവാൻ കൾച്ചർ. പുറത്തേക്ക് കാരവാൻ കൾച്ചർ ഭയങ്കര കൂടുതലാണ്. ഒംനിബസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വലിയ സാധനമാണ്. അപ്പോൾ ഒംനിബസ് എന്ന് പറഞ്ഞ അഡ്ജക്റ്റീവ് എക്സ്പ്രഷൻ പറഞ്ഞാൽ ഓർത്ത് വെച്ചോണം. ഒംനിബസ് എന്ന് പറഞ്ഞ ഒരു അഡ്ജക്റ്റീവ് എക്സ്പ്രഷൻ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, കംപ്രൈസിങ് സെവറൽ ഐറ്റംസ്. ഇറ്റ് ഈസ് എൻ ഒംനിബസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂടിയ ഒരു അപ്രോച്ചാണ് ഒംനിബസ് അപ്രോച്ച്, ഒംനിബസ് റൂളിങ് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ എല്ലാം കൂടി കൂടി അതിൻ്റെയൊക്കെ എല്ലാത്തിനും ഉണ്ട് ഒരു നിറവുണ്ട്. അതിനെയാണ് ഒംനിബസ് എന്ന് പറയുക. ഓർത്തോളൂ, അഡ്ജക്റ്റീവ് എക്സ്പ്രഷൻ ആയിട്ട് പറയാം. ഒംനിബസ് നൗണുണ്ട്, അത് ലിറ്ററലി ഒംനിബസ് എന്ന് പറയില്ല ആ സാധനം. അല്ലാതെ ബ്രിങ് ടു ബുക്ക് പിള്ളേരെ എന്ന് ബ്രിങ് ടു ജസ്റ്റിസ് പോലെ ബ്രിങ് ടു ബുക്ക് ഉണ്ട്. ബ്രിങ് ടു എന്താണ് ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ട്രയൽ ചെയ്യാൻ ഒരാളെ സെൻഡ് ചെയ്യുന്നു എന്നാണ്. ബ്രിങ് ടു ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരാളെ പണിഷ് ചെയ്യണം. കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം, മറ്റവൻ ട്രയൽ ചെയ്യപ്പെടണം, ഇത് ശിക്ഷിക്കപ്പെടാം. അത് വ്യത്യാസമേ ഉള്ളൂ. ബട്ട് രണ്ടും ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്, ഇഡിയംസ് ആണ്. അടുത്ത എൻഡ് അപ്പ് അല്ലേ, എൻഡ് അപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പോസിറ്റീവ് ആകാം, നെഗറ്റീവ് ആകാം. ബി ഇൻ എ പെർട്ടിക്കുലർ സ്റ്റേറ്റ്. നമ്മൾ പറയല്ലേ, മൈ പ്രോജക്റ്റ് എൻഡഡ് അപ്പ് വെൽ. ഓ ഭാഗ്യം, എൻ്റെ പ്രോജക്റ്റ് നല്ല രീതിയിൽ എൻഡ് ചെയ്തു, നല്ല രീതിയിൽ ആ ഒരു ശുഭ പര്യവസായി എന്ന് പറയും. എൻഡഡ് അപ്പ് വെൽ ആയെങ്കിൽ. ഇപ്പൊ നമ്മൾ മോശമായിട്ടാണെങ്കിൽ പറയാം, ദ ബിസിനസ് എൻഡഡ് അപ്പ് എന്താണ് ഇൻ എ വെരി ബാഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പറയണ്ടടാ, പൊളിഞ്ഞു. കോവിഡ് കാരണം ഡ്യൂ ടു ദ കോവിഡ് പാൻഡമിക് ലോട്ട്സ് ഓഫ് എന്താ പറയുക, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഓർ ബിസിനസ്സസ് എൻഡഡ് അപ്പ് ബാഡ്ലി, വളരെ മോശമായിട്ട് എൻഡ് അപ്പ് ചെയ്തു എന്ന് പറയാം. അടുത്ത ലിവ് അപ് ടു സംതിങ്, ലിവ് അപ് ടു ദ ഡ്രീംസ് ഓഫ് യുവർ പേരൻസ് എന്നൊക്കെ പറയൂലേ. പേരൻസിന് പാടില്ല കേട്ടോ, അങ്ങനെ പാടില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊരു ജോലി മേടിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യണം, ഒരിക്കലും പേരൻസിന് വേണ്ടി ചെയ്യരുത്. കാരണം നമ്മൾ പലരും നമ്മുടെ പേരൻസ്, ഞാൻ എൻ്റെ ഒരു ആസ് എ ഫ്രണ്ട് ഞാൻ പറയുന്നതായിട്ട് ശ്രദ്ധിച്ചാൽ മതി, നോട്ട് ആസ് എ ടീച്ചർ. ചിന്തിച്ചാൽ മതി, ഞാൻ മെൻറ്ററായിട്ട് പറയുന്നതായിട്ട് കൂട്ടിയാൽ സജഷനായിട്ട് എടുത്താൽ മതി. നമ്മളൊരിക്കലും ഡോണ്ട് ലിവ് അപ്പ് ടു അതർ പീപ്പിൾസ് എക്സ്പെക്ടേഷൻ. ലിവ് അപ്പ് ടു എന്ന് പറഞ്ഞാൽ ഫുൾഫിൽ എക്സ്പെക്ടേഷൻ എന്നാണ്. നമ്മളൊരിക്കലും മറ്റുള്ളവർ പറയുന്നതനുസരിച്ച്, ഇപ്പോൾ എൻ്റെ വീട്ടിൽ എന്നോട് പറഞ്ഞത് പോലെയല്ല ഞാൻ ജീവിക്കുന്നത്. ലിറ്ററലി എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുക്കുക ചെയ്തത്. എൻ്റെ വീട്ടിൽ എനിക്ക് ക്രിറ്റിസിസം ആയിരുന്നു ആദ്യം, റിന്റുവിൻ്റെ ഒരു കാര്യം. ബട്ട് എൻ്റെ വീട്ടിൽ ആദ്യം ജോലി മേടിച്ചത് ഞാനാണ്. ഇൻ ദ സെൻസ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴേ ജോലി മേടിച്ചു. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ എൻ്റെ രീതിയിൽ പഠിച്ച് എൻ്റെ ഇഷ്ടങ്ങളിലോട്ട് ചെയ്തു പോയി. അപ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, ഇന്നൊരു എക്സാം എഴുതിയെടുക്കണമെങ്കിൽ മറ്റുള്ളവർ പറയുന്നൊരു പ്രഷറിൽ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം പിന്നെ ലൈഫിൽ നിങ്ങളത് റിഗ്രറ്റ് ചെയ്യും. നെവർ ഡു ദാറ്റ്. കാരണം റിഗ്രറ്റിൻ്റെ പ്രൈസ് ഭയങ്കര കൂടുതലാണ്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, യു ഹാവ് ടു ലിവ് അപ്പ് ടു യുവർ ഡ്രീംസ്. യു ഹാവ് ടു ഫുൾഫിൽ ദ എക്സ്പെക്ടേഷൻസ് ഓഫ് യുവർ ഡ്രീംസ്. നിന്റെ ഡ്രീമിലുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടോ, നിന്റെ എക്സ്പെക്ടേഷൻ നീ ഫുൾഫിൽ ചെയ്തോ, മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് പോരുത് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. അപ്പം ലിവ് അപ്പ് ടു. അടുത്തത് ടേക്ക് എ ബീറ്റിംഗ്.
കേട്ടിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ഇറ്റ്സ് എൻ ഇഡിയം. ടേക്ക് എ ബീറ്റിംഗ് എന്ന് പറഞ്ഞാൽ സഫർ ഡാമേജ് ഓർ ഹേർട്ട്. അയ്യോ ഒന്നും പറയണ്ടടാ. എങ്ങനെ ഉണ്ടായിരുന്നു? ഐ ഹാഡ് ടേക്കൺ എ ബീറ്റിംഗ്. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ഒന്നും പറയണ്ട, മൊത്തം കുളമായി. അവസാനം ഐ ഹാഡ് ടേക്കൺ എ ബീറ്റിംഗ്, ഐ ഹാഡ് സഫേർഡ് ദ ഡാമേജ്. മൊത്തം എനിക്കായിരുന്നു, എൻ്റെ വടലിക്കായിരുന്നു പണി മൊത്തം. എല്ലാ ഡാമേജും സഫർ ചെയ്ത ഞാനാ, എല്ലാ നഷ്ടങ്ങളും വന്നത് എനിക്ക് മാത്രമല്ലേ എന്ന് പറയില്ലേ. ദാറ്റ്സ് ടേക്ക് എ ബീറ്റിംഗ്. ഓർത്ത് വെച്ചോണം കേട്ടോ. യെസ്, ഒംനി റൂട്ട് വേർഡ് ഹോൾ. അത് തന്നെ ഒംനി. ഒംനി പ്രസന്റ് നമ്മൾ പറയും എല്ലായിടത്തും. ഒംനി റൂട്ട് വേർഡ് ആണ്. യെസ്, ഇന്നലെ ഞാൻ റൂട്ട് വേർഡ് ടെക്നിക്കിനെ പറ്റി പറഞ്ഞതല്ലേ. യെസ്, റൂട്ട് വേർഡ് എന്ന് പറയുമ്പോൾ ഒംനി എന്ന് ഒംനി പ്രസന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. എല്ലായിടത്തും ഉള്ള ആളെ ഒംനി പ്രസന്റ് ആണെന്ന് പറയും. ഒംനിസിയന്റ്, എല്ലാം അറിയുന്നവൻ ഞാൻ, ശംഭു മഹാദേവ. ഒംനിസിയന്റ്. ഒംനി ഹോൾ, കംപ്ലീറ്റ്. ഓക്കെ, അല്ല ഹോൾ അല്ല കേട്ടോ, ഹോൾ അല്ലടാ, എവ്രിവെയർ. എല്ലായിടത്തും എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, മൊത്തത്തിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് എന്നൊക്കെ പറയില്ല, അതാണ്. ബ്രിങ് ഇൻ ന്യൂ സ്ട്രാറ്റജീസ്. ബ്രിങ്ങിങ് ഇൻ ന്യൂ സ്ട്രാറ്റജീസ് മെയ്ഡ് റിന്റു മാം എക്സ്ട്രോർഡിനറി. എൻ്റെ പൊന്നെ ഷമാസേ, റിന്റു ഇറങ്ങിപ്പോര്, ഉത്തരത്തെ കയറി ഇരുന്നാലോ. വർക്ക് ഫസ്റ്റ്, ഫാമിലി സെക്കൻഡ്, റിന്റു മാംസ് പോളിസി. സത്യം. ഇർഫാന, യു ഗോട്ട് മീ. അത്രേ ഉള്ളൂ. വർക്ക് ഇസ് മൈ പാഷൻ. എനിക്ക് എന്താ ഇഷ്ടം? എനിക്ക് വർക്ക് ചെയ്യാനാണ് ഇഷ്ടം. കാര്യം എന്താ അറിയോ, നമ്മൾ ചെയ്യുന്ന ജോലിയായി നമ്മളെന്നും എനിക്ക് എന്താ ഇഷ്ടം വെച്ചാൽ ഫാമിലിയൊക്കെ കൂടെ ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. അവരെക്കാളും ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് വർക്ക് ഇല്ലാതെ പറ്റില്ല. വർക്ക് ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് വർക്ക് ഇപ്പോൾ എൻ്റെ പ്രൊഫഷനെ സംബന്ധിച്ചോളം എൻ്റെ വർക്ക് ഇസ് സോ ദാറ്റ്സ് മൈ പ്രയോറിറ്റി. എൻ്റെ എല്ലാ കാര്യത്തിലേക്കാളും മുമ്പിൽ പ്രയോറിറ്റി ഇസ് മൈ വർക്ക്. കാരണം ഐ ലവ് മൈ വർക്ക്. എനിക്ക് പണ്ട് മുതൽ ഭയങ്കര ഇഷ്ടമാണ് ടീച്ചിങ്. ഞാൻ തന്നെ തിരഞ്ഞെടുത്തതാണ് എൻ്റെ ടീച്ചിങ് പ്രൊഫഷനും. എല്ലാ രീതിയിലും ഞാൻ തന്നെ അക്ഷരാർത്ഥത്തിലോട്ട് ഇവോൾവ് ചെയ്യുക ചെയ്തത്. ചെറുപ്പം മുതലേ ഞാൻ അങ്ങനെയായിരുന്നു. ആൻഡ് ദെൻ എൻ്റെ സ്റ്റുഡൻസ്, മൈ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്ട് ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ മൈ സ്റ്റുഡൻസ് ആണ്. ഐ ഹാവ് സ്ട്രോങ് അഫിനിറ്റി, സ്ട്രോങ് റാപ്പ് ടുവേർഡ്സ് മൈ സ്റ്റുഡൻറ്റ്. ഞാൻ എൻ്റെ സ്റ്റുഡൻസുമായിട്ട് എപ്പോഴും ഒരു റാപ്പ് ക്രിയേറ്റ് ചെയ്യും. പണ്ട് മുതലുണ്ട്. ഇപ്പോഴും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ അതേ പ്രായമുള്ള എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, എൻ്റെ സ്റ്റുഡൻസ് ആയിരുന്നു. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്കിപ്പോഴും അറിയാം. സ്റ്റുഡൻസ് എൻ്റെ ഫ്രണ്ട്സ് ആയവരുണ്ട്. സോ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോഴും ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന നമ്മുടെ ഫ്രണ്ട്സ്. ഞാൻ പി ജി ഫസ്റ്റ് ഇയർ പി ജി പഠിച്ചിരുന്നപ്പോൾ മുതൽ ഞാൻ നമ്മുടെ അസാപ്പിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ +1 പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പി ജി സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും ഇവന്മാരെ ഡിഗ്രി കയറി. അപ്പോൾ ഇവന്മാർ എൻ്റെ ജൂനിയേഴ്സായിട്ട് വരുമായിരുന്നു കോളേജിൽ. അങ്ങനെ പരിചയമുണ്ട്. അപ്പോൾ പിന്നെ എന്നെ മിസ്സേ എന്ന് ആദ്യം വിളിക്കും. ഞാൻ പറയും, അയ്യോ മിസ്സേന്ന് വിളിക്കല്, കോളേജ് വെച്ച് എന്നെ മിസ്സേന്ന് വിളിക്കല് നാട്ടിയുടെ തന്നെ. അങ്ങനെ പിന്നെ ബടി വന്നോയി ഒക്കെ രസമായി. അത് പിന്നെ ഒരു ഇതിലോട്ട് വരും. അത് ഞാൻ പറഞ്ഞു, അത് എനിക്ക് ഭയങ്കര ഒരു രസമുള്ള, ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെയാണ് മൈ കൊളീഗ്സ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുമായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഐ റിയലി ലവ് ദാറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇർഫാന കാര്യങ്ങൾ. യെസ്, ഗവൺമെന്റ് brought in many programs to mitigate the stray dog menace. ഇത് സോനിൽ ഇപ്പോൾ 2ാം തവണയാണല്ലോ ഇതേ കാര്യം ഒരുപാട് തവണ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. ദാറ്റ്സ് ഗ്രേറ്റ്. പ്രോഗ്രാം ended up very well. That's great. ജോമി, ഗുഡ് മോർണിംഗ്. കുറച്ച് ദിവസമായി ഇപ്പോൾ കണ്ടിട്ട്. പണി തിരക്കുകളൊക്കെ ആയിരുന്നോ? പണിയൊക്കെ ഒതുക്കി വന്നാണല്ലോ. ഇർഫാന ended up her forgery of documents since she was brought to justice. ഇന്ന് ഇർഫാനക്കിട്ടാണോ പണി ഷമാസേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. The omnibus policies of government ended up in optimization. Great. Do you live up to your parents? അത് കൊള്ളാം. The sales executive had his own tactics in persuading the client that the life insurance scheme offered by their company is an omnibus of masking up stumbling blocks in life. That's great. She took up a beating when she decided to live up to her friends' opinions. Yeah, great. The teacher bring to book the student. അങ്ങനെയല്ല, bring to bring അവിടെ ഒരു വ്യത്യാസം. That bring എന്ന verb transitive verb. അപ്പോൾ ആ bring എന്ന verbiന് ശേഷം object ഇടുക കേട്ടോ. ഇങ്ങനെ കൊടുക്കാം. The teacher bring the student ടു ബുക്ക് എന്ന് കൊടുക്കാം. അപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ടീച്ചർ സിംഗുലർ ആണേ, അപ്പോൾ ബ്രിങ് സിംഗുലർ വേണ്ടേ, അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ എങ്കിൽ വേർബ് സിംഗുലർ കൊടുക്കാം. ഇങ്ങനെ കൊടുക്കാം, ദ ടീച്ചർ ബ്രിങ്സ് ദ സ്റ്റുഡൻറ് ടു ബുക്ക്. അല്ലെങ്കിൽ കൊടുക്കാം ദ പാസ്റ്റ് ടെൻസ് കൊടുക്കാം, ദ ടീച്ചർ ബ്രോട്ട് ദ സ്റ്റുഡൻറ് ടു ബുക്ക് എന്ന് കൊടുക്കാം കേട്ടോ. പ്രിൻസി ഒന്ന് ഓർത്തോണം. മാരുതി ഒമ്നി, വീട്ടിലുണ്ടൊരു ഒമ്നി. നമ്മുടെ വീട്ടിലൊരു ഒമ്നി കിടപ്പുണ്ട്, വെള്ള കളർ ഒമ്നി. ഞാൻ ഇടയ്ക്ക് നോക്കും ഇങ്ങനെ, നമ്മുടെ റൂമിൽ നിന്ന് ഞാനിങ്ങനെ നോക്കുമ്പോൾ ഒമ്നി അവിടെ കിടക്കും. അപ്പോൾ ചിലപ്പോൾ ഡ്രൈവർ ഒന്നെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആക്കുമ്പോഴേക്കും നോക്കും, ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ചില സമയത്ത് അമ്മമാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. യെസ്, മാരുതി ഒമ്നി. പ്രസന്റ് എനിക്ക് ഇട്ടാൽ അപ്പോൾ സപ്ലൈക്കോ, അയ്യോ പച്ചക്കറി ട്രാൻസ്പോർട്ട് എല്ലാം ഒമ്നി എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാത്തിനും ഉണ്ട്. അതാ. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒമ്നിയാണ്. അപ്പോൾ നമ്മുടെ പുൽപ്പള്ളിക്കാർ കൂടുതലാണ്, ഭയങ്കര ഒമ്നിയാണ്. ഇപ്പോൾ അനുവിന് അറിയായിരിക്കും അല്ലേ, പുൽപ്പള്ളി ഏറ്റവും കൂടുതൽ എന്താ ചോദിച്ചാൽ ഒമ്നി. എത്ര വലിയ കാറുകൾ വന്നാലും എല്ലാ വലിയ വീട്ടിൽ ഒരു ഒമ്നി ഉണ്ടാവും. കാരണം വണ്ടി നമ്മുടെ
കാർഷിക കാര്യങ്ങൾക്കൊക്കെ ആവശ്യം എല്ലാത്തിനും ഓടും. അടിപൊളി വണ്ടി കേട്ടോ, പറയാൻ പറ്റില്ല. അപ്പോൾ ലോങ് ട്രിപ്പൊക്കെ പോകാനൊക്കെ നല്ല വണ്ടി. അപ്പോൾ ഈ ഒമ്നി ഇപ്പോൾ എൻ്റെ വീട്ടിൽ പണ്ട് പച്ച കളർ ഒമ്നി ആയിരുന്നേ. അപ്പം എന്നെ സ്കൂളിലൊക്കെ കൊണ്ടുവിടുമ്പോൾ വീട്ടിൽ നിന്ന് എന്നെ ഒമ്നി കൊണ്ടുവിടുമ്പോഴേക്കും എൻ്റെ കൂട്ടുകാർ പറയായിരുന്നു, ആഹാ നിനക്കൊക്കെ തട്ടിക്കൊണ്ട് പോക്കാലടി മണി എന്ന് ചോദിക്കുമായിരുന്നു എന്നോട്. അങ്ങനെ ചോദിക്കാതെ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ടത്. ഒന്നും പറയണ്ട. അപ്പോൾ ഒമ്നിയുടെ ഒരുപാട് ഓർമ്മകളുണ്ട്. ആരതി ലിവ്ഡ് അപ് ടു ഹെർ ഹാപ്പിനെസ് ഈവൻ ദോ ഹെർ പേരൻസ് വർ ഓർത്തഡോക്സ്. ഓ ഷമ്മാസ് ആരതിക്കിട്ടും ഉണ്ടെന്ന്. ലിവ് അപ് ടു യു ആൻഡ് യുവർ ലൈഫ്, ലിവ് അപ് ടു യു ആൻഡ് യുവർ ലൈഫ് വിൽ എൻഡ് അപ്പ് വെൽ. അല്ല അമല ലിവിങ് അപ്പ് അവിടെ ജെറണ്ട് സബ്ജക്റ്റ് ആയിട്ട് കൊടുത്തേ. ലിവിങ് അപ്പ് ടു, ഒരിക്കലും വെർബ് നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കത്തില്ല, അതിന് ജെറണ്ട് ആയിട്ട് കൊടുക്കുക. ലിവിങ് അപ്പ് ടു യു ആൻഡ് യുവർ life will end up well. അങ്ങനെ കൊടുക്കുക. Most of the right partisans are keenly taking part in the Bharat Jodo Yatra and they are in prospect of they can അല്ല prospect that they can. കേട്ടോ വിനു, prospect that they can live up to their political needs in the future. കേട്ടോ. Success occasionally sounds like pursuing happiness, intending to live up to one's expectations. Yes. Being lazy always brings us to book. Yes. ഇപ്പോൾ ടൈം കിട്ടിയ ഇപ്പം തന്നെ പോവും. ഇപ്പം ടൈം കിട്ടി ഇപ്പം തന്നെ പോകുന്നു. രജനി ഇപ്പോൾ ഒന്ന് വന്ന് തല കാണിച്ചു എന്നുള്ളല്ലേ, പിന്നല്ല. ദ മീറ്റിംഗ് എൻഡഡ് അപ്പ് ഇൻ chaos. ഗുഡ് മോർണിംഗ് അപർണ. ലിവിങ് അപ്പ് ടു പേരൻസ് ഡിസിഷൻസ് വിൽ എൻഡ് അപ്പ് യുവർ ഹാപ്പിനെസ്. എന്നോടാണോ? എടാ നിന്റെ അപ്രോച്ച് ഇസ് ഡിഫറെൻറ്റ്, മൈ അപ്രോച്ച് ഇസ് ഡിഫറെൻറ്റ്. ഞാൻ ഒരിക്കലും എൻ്റെ പേരൻസിൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ജീവിക്കില്ല. എനിക്ക് എൻ്റെ എക്സ്പെക്ടേഷൻസ് ആണ്. കാരണം ഐ ആം ഗ്രോൺ അപ്പ് അല്ലേ. എനിക്കറിയാം പണ്ട് ചെറുപ്പത്തിലൊക്കെ ഞാൻ എൻ്റെ വീട്ടുകാരെ കൺവിൻസ് ചെയ്ത് ഒരുപാട് ജീവിച്ചിട്ടുണ്ട്. കാര്യം എന്തുകൊണ്ടാ, നമുക്കറിയാലോ അവർ പറയുന്ന അനുസരിച്ച് നമ്മൾ ജീവിക്കുള്ളൂ. നീ ചെയ്തു, ഇറ്റ്സ് ഗുഡ് ഫോർ യു, ദാറ്റ്സ് ഗുഡ് ഫോർ യു. പക്ഷേ ഞാൻ അവരുടെ ഐ റിയലി റെസ്പെക്ട് ദം. ഉറപ്പായിട്ടും ഞാൻ പറയാറില്ലേ, എൻ്റെ അച്ഛനും എനിക്കും എൻ്റെ അപ്പനും എനിക്കും തമ്മിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ചിന്താഗതികളാണ്. ഹിസ് ഐഡിയോളജി ഇസ് ഡിഫറെൻറ്റ്. ഞങ്ങൾ തമ്മിൽ വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളാണ്. സോ ഐ കെ നോട്ട് ലിവ് അപ്പ് ടു ഹിസ് എക്സ്പെക്ടേഷൻ. കാരണം പുള്ളി എപ്പോഴും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് പറ്റാത്തത് ഞാൻ ചെയ്യണം. അതല്ല, ദാറ്റ്സ് നോട്ട് ഗുഡ്. നമ്മുടെ ചാക്കുമാഷിന് പറ്റിയതാണേ. പുള്ളിയെപ്പോലെ മകനെ ആക്കാൻ നോക്കിയാൽ നടക്കത്തില്ല. മകന് മകൻ്റെതായ ഇഷ്ടമുണ്ട്, മകൻ്റെതായ വിചാരമുണ്ട് അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ന്യായങ്ങളുണ്ടല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ന്യായം, ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഐ വിൽ നെവർ ലിവ് അപ്പ് ടു ദെയർ എക്സ്പെക്ടേഷൻസ്. ഞാൻ എൻ്റെ എക്സ്പെക്ടേഷൻസ് ഐ വിൽ മേക്ക് ദം പ്രൗഡ് ആൻഡ് ഐ വിൽ ടെൽ ദം ആൻഡ് ഐ വിൽ ഷോ ദം ദാറ്റ് ദിസ് ഇസ് ഇറ്റ്. ഇതാണ് എൻ്റെ ലൈഫ്. ലുക്ക് അറ്റ് മൈ ലൈഫ് ആൻഡ് ദേ വിൽ ബി സോ പ്രൗഡ്. എനിക്കതിൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. ഇപ്പോൾ ദേ ആർ സോ പ്രൗഡ് അബൌട്ട് മീ. ദേ ആർ സോ പ്രൗഡ് ഓഫ് മീ. എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. പക്ഷേ ഐ നെവർ ലിവ് അപ്പ് ടു ദർ എക്സ്പെക്ടേഷൻ. അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് റിന്റു ജീവിക്കില്ല മുത്തേ. കേട്ടോ ഷമ്മാസ്. യെസ്, ദാറ്റ്സ് ഗ്രേറ്റ്. റഫ് യൂസ് ആണ് ഒമ്നി. റഫ് യൂസ് ആണ് ഒമ്നി, അത് തന്നെ. സം പേരൻസ് ബ്രിങ് ദ അനോയിങ് കിഡ്സ് ടു ബുക്ക്. യെസ്, ഡോണ്ട് ബ്രിങ് ടു ബുക്ക് ഓൺ ആങ്കർ. ഡോണ്ട് ബ്രിങ് ടു ബുക്ക്. എന്ത് ബ്രിങ് ടു ബുക്ക് ആണ്? അപ്പോൾ പറയാം, ഡോണ്ട് ബ്രിങ് സംബഡി ടു ബുക്ക് ഓൺ ആങ്കർ. ആങ്കറിന്റെ ബേസിസിൽ ഒരിക്കലും ഒരാളെ പണിഷ് ചെയ്യരുത് അല്ലേ. ഐ ബ്രോട്ട് ടു അപ്പ് മൈ കിഡ്സ്. Brought to up my kids is not good. Alla. Yes. Okay. India takes a beating from the injury of Bumrah and Jadeja, Suamoto. Oh, okay. In accord to the coming T20I World Cup. Yes. Company decided to end up by taking a beating in a blast. Keto. By കഴിഞ്ഞിട്ട് ജെറണ്ട് ഒബ്ജക്റ്റ് ആയിട്ട് വരണം. ഒബ്ജക്റ്റ് ആയിട്ട് വെർബിന് എപ്പോഴും നമുക്ക് കൊടുക്കാൻ പറ്റുക ING ഫോം കൊടുത്താൽ മാത്രമേ ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് വെർബിനെ കൊടുക്കാൻ പറ്റുള്ളൂ. ജെറണ്ട് ആയിട്ട് വരുമ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ് ഐ ടേക്ക് മൈ പേരൻസ് അലോങ് വിത്ത് മീ. അത് കുഴപ്പം. അതൊരിക്കലും നീ ലിവ് അപ്പ് ടു ദെയർ എക്സ്പെക്ടേഷൻ അല്ല. നീ നിന്റെ രീതിയിൽ പോയിട്ട് അവരെ പ്രൗഡ് ആക്കുന്നു. അതെല്ലാവരും ചെയ്യണം. കാരണം അത് നമ്മുടെ ഫാമിലീസ് ആർ ഫാമിലി എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെയാണ് അല്ലേ, നമ്മുടെ സ്റ്റുഡൻസ് നമ്മുടെയാണ്. അപ്പോൾ നമ്മുടേതായിട്ടുള്ള നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഒരു ഭാഗമാണ് പേരൻസും. അവരെ നമ്മൾ കൂടെ നിർത്തണം ഓഫ് കോഴ്സ്. എന്ന് വിചാരിച്ച് അവരുടെ എക്സ്പെക്ടേഷൻ അവർ പറയുന്ന വഴിയിലോട്ട് നടക്കരുത്. സ്വന്തമായിട്ട് വഴി വെട്ട് ഷമ്മാസെ, നമ്മളെല്ലാം ഗ്രോണപ്സ് അല്ലേ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. യെസ്, ഉള്ളതൊരെണ്ണം കാണും. പുല്ല് വെട്ടാനും പാല് കൊടുക്കാനും ഒക്കെ സുഖമാണ്. പിന്നെ കഴിക്കാനുള്ള കഴുകിയ സ്റ്റാൻഡർഡുമായി ആണ് അനൂപ്. ഇത് തന്നെ ഇടയ്ക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു. പിന്നെന്താ രജനി, നീ സങ്കടത്തിലാണോ? അൺഹാപ്പി, are you unhappy? മുഖത്തൊരു സങ്കടം ഉണ്ടല്ലോ, എന്നാ പറ്റി? The apex court brought the culprit to book. Yes, I brought to book my kids. Brought to book എന്ന് പറഞ്ഞാൽ പണിഷ് എന്നാണ്. അപ്പം ഞാൻ എൻ്റെ മക്കളെ ശിക്ഷിച്ചു എന്നാണ് ജോമി ഉദ്ദേശിക്കുന്നതെങ്കിൽ ഐ ബ്രോട്ട് മൈ കിഡ്സ് ടു ബുക്ക് എന്ന് കൊടുക്കുക. ഐ ബ്രോട്ട് മൈ കിഡ്സ് ടു ബുക്ക്. ആ ബ്രിങ് ട്രാൻസിറ്റീവ് ആവുക, അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റ് ഇട്ട് കൊടുക്കാനാട്ടോ ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് വേർഡ്സിലോട്ട് പോകാൻ ഒരുപാട് സംസാരം വിശേഷങ്ങളായി. നമുക്ക്
മന്ത് എൻഡ് ഓഫറാണ് ഇത്, ലാസ്റ്റ് ഡേ ഓഫറാണ്. ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട് എല്ലാ മഹാപാക്കിനും, ലൈവ് ക്ലാസ്സുകൾക്കും, ടെസ്റ്റ് പാക്കുകൾക്കും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം പർച്ചേസ് ചെയ്ത് ഇരട്ടി ആഡി സെയിൽ പോലെ. അപ്പോൾ നമുക്ക് ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്. അതായത് 2 വർഷത്തേക്ക് നമുക്ക് കോഴ്സിൻ്റെ നോട്ട്സും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ, വീഡിയോ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നില്ല, നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ കസിൻസോ നിങ്ങളുടെ റിലേറ്റീവ്സ് ആർക്കെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൊടുക്കാം. അതാണ് ഓക്കെ. അപ്പോൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കാറ്റഗറി 2, കാറ്റഗറി 3 പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. കാറ്റഗറി 1 പോസ്റ്റ് FCIയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്റ്റംബർ 26. ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങിയുള്ളൂ, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ 2 ക്ലാസ് ഡെയിലി പോകാം, ഡെയിലി ബേസിസ് പോകാം. 2022 രൂപ കോഴ്സ് ഫീ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം ജോയിൻ ചെയ്യാം. Y314 എന്ന കോഡ് ഉപയോഗിക്കാം. സെക്കൻഡ് ഓപ്ഷനായിട്ട്, അതായത് കാറ്റഗറി 3 പോസ്റ്റിലോട്ടുള്ള അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇനിയുണ്ട്. സെക്കൻഡിലുള്ളത് ചെയ്യുന്നു, തേർഡിലുള്ളത് ഇനിയുണ്ട്. ലൈക്ക് ഒക്ടോബർ 5 ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാത്തവർ അപ്ലൈ ചെയ്യാം. SBI ക്ലർക്കിൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തു, സെപ്റ്റംബർ 28 ആയിരുന്നു. ഇന്ന് 30 നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കണം കേട്ടോ. ഇന്ന് നമ്മുടെ ക്ലാസ്സുകൾ ആരംഭിക്കണം, വളരെ ക്ലാസ്സുകൾ ആരംഭിക്കണം. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. കാരണം നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ 2159 രൂപയാണ് കോഴ്സ് ഫീ. നല്ലൊരു ക്ലാസ്സാണ്. പ്രിലിംസിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇത്രയും നല്ലതായിട്ട് കിട്ടും. ബേസിക്സ് ഉണ്ടാവും, അത്യാവശ്യം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോകുന്നൊരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ദാറ്റ്സ് മൈ ഒപ്പീനിയൻ, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ യു ക്യാൻ യൂസ് മൈ കോഡ്. എൻ്റെ കോഡ് ഉപയോഗിക്കാം. Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അക്കാര്യത്തിലൊരു ക്ലാരിറ്റി കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് വേർഡ്സിലോട്ട് പോകാം. മറ്റ് വേർഡ്സ് നമുക്കുണ്ട്, മറ്റ് വേർഡ്സിലോട്ട് നമുക്ക് പോകണം. യെസ്, അൺടൈംലി. ഇന്നലെ നമ്മൾ എന്താണ് ക്ലർക്കിൻ്റെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തപ്പോൾ അൺടൈംലി ഡെത്ത് എന്ന് പറഞ്ഞായിരുന്നു, ഓർമ്മയുണ്ടോ? അൺടൈംലി എന്ന് പറഞ്ഞാൽ അകാലം നേരത്തെ സമയത്തിന് മുമ്പേ സംഭവിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇൽ ടൈംഡ്, മിസ് ടൈംഡ്, ഇൻഒപ്പർച്യൂൺ, ഇനാപ്റ്റ് ആണ്. അതിനാണ് അൺടൈംലി എന്ന് പറയാം. ഓർത്തോണേ, അൺടൈംലി. ഓക്കെ, അഡ്ജക്റ്റീവ് ആണ്, ഓർത്തോണം. അടുത്ത സ്റ്റോൾ എന്ന് പറഞ്ഞാൽ വേർബാണ്. ഒന്ന് നമുക്കറിയാം, സ്റ്റോൾ, സ്റ്റാൻഡ്, കൗണ്ടർ എന്നൊക്കെ പറയും. നൗൺ ഉണ്ട്, പക്ഷെ നൗൺ ചോദ്യങ്ങൾ വരില്ല. സ്റ്റോൾ ചെയ്യുക എന്ന വേർബ് വരും. അപ്പോൾ എന്തൊക്കെ അർത്ഥം എന്ന് ഓർക്കുക? ഒബ്സ്ട്രക്ട് ചെയ്യുക, ഇംപീഡ് ചെയ്യുക, ഹിൻഡർ ചെയ്യുക, തടസ്സപ്പെടുത്തുക കേട്ടോ. ഹാമ്പർ ചെയ്യുക എന്നർത്ഥം. അറിയാം, നമ്മൾ സ്ഥിരമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത എൻവിസാജ്. കഴിഞ്ഞ ദിവസം ഞാൻ പ്രോഫസി എന്ന് പറഞ്ഞപ്പോൾ, പോർട്ടന്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചില്ലേ, വിനുവാണ് ചോദിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. എൻവിസാജ് സിനോണിം അല്ലേ മിസ് എന്ന് ചോദിച്ചു. ആണ്. എൻവിസാജ് എന്ന് പറഞ്ഞാൽ ഫോർസീ ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക, ഫോർകാസ്റ്റ് ചെയ്യുക, ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം എൻവിസാജ്. അടുത്തത് കൺസെൻസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗ്രിമെന്റ്, ഹാർമണി, കോൺകോർഡ് അല്ലെങ്കിൽ അക്കോർഡ് എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? കൺസെൻസസ് എന്ന് പറയാം. ഓർത്തോളം. അടുത്ത മാൻഡേറ്റ്. എന്താണ് മാൻഡേറ്റ്? ഇൻസ്ട്രക്ഷൻ, അതോറിറ്റി. നൗൺ ആയിട്ട് ഉപയോഗിക്കാം, വേർബ് ആയിട്ട് ഉപയോഗിക്കാം, ഓത്തറൈസ് ചെയ്യുക, അപ്രൂവ് ചെയ്യുക എന്നൊക്കെ. ഓക്കെ അല്ലേ? ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്നതാണ്. മാൻഡേറ്റഡ് എന്ന വേർബ് ഉണ്ട്, അതുപോലെ തന്നെ മാൻഡേറ്റ് ചെയ്യുക എന്ന വേർബ് ഉണ്ട്, മാൻഡേറ്റ് എന്ന നൗണും ഉണ്ട്. ഓർത്തോണം കേട്ടോ. Yes. Are these mischievous behavior of stealing boost powder cost her take a beating from parents? നീ കൊള്ളാലോ, ഇന്ന് ആരതിക്കിട്ട പണി മൊത്തം. ആരതി കേട്ടോ നീ എംഡിനെ തെറി വിളിക്കാൻ വേണ്ടി? എൻ്റെ റെജിനെ കൊള്ളാം. യെസ്, ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം. ആഡി സെയിൽസ് പോലെ അല്ലേ? ഐ മോസ്റ്റ്ലി മേക്കിംഗ് മിസ്റ്റേക്സ് ഇൻ സെൻറ്റൻസ്. ഐ മോസ്റ്റ്ലി മേക്ക് മിസ്റ്റേക്സ്. മോസ്റ്റ് ആയിട്ട് അതൊക്കെ മാറും. നോക്കിയോട്ടോ, മീര നോക്കിയോ, കുറച്ച് നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നു. ഷമ്മാസിനോടൊക്കെ ചോദിച്ചു നോക്കിയേ, തുടക്കത്തിലുള്ള ഷമ്മാസ് അല്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഐ എം സോ പ്രൗഡ് ഓഫ് ഹിം. എന്താ ഞാൻ എടുത്ത് പറയാൻ കാണിച്ച ഷമ്മാസ്, വിനു ഒക്കെ ആദ്യം വന്നപ്പോൾ ഉള്ള ആൾക്കാരെ അല്ല, ഇപ്പോൾ ഒരുപാട് മാറി. ഇപ്പോൾ അവരുടെ സെൻറ്റൻസ് കാണുമ്പോൾ ഞാൻ ഓർക്കും, ജിൽ വലിയ പുള്ളികളായി പോയെന്ന് ഓർക്കും. സോ റെസ്പെക്ട്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്, റെസ്പെക്ട് തോന്നാറുണ്ട് കാര്യത്തിൽ. അപ്പം എന്താ ചെയ്യേണ്ടതോ? യു പുട്ട് യുവർ എഫേർട്ട്. എല്ലാ ദിവസവും വരിക, റിഗ്രസ് ആയിട്ട് വരിക, ആ എഫേർട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അറ്റംപ്റ്റ് ചെയ്യുക. അതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം മീര കേട്ടോ. ഇതൊക്കെ നേരെയാവും. ചിലർത് ശരിയാവും, ചിലർത് ശരിയാവില്ല. പക്ഷെ ചിലർത് ശരിയായി വരുന്ന എപ്പോഴാണ്? അറ്റംപ്റ്റോട് കൂടി കേട്ടോ. ഷമ്മസ് വാസ് ബ്രോട്ട് എ ബുക്ക് ഫോർ ക്ലൈംബിംഗ് ദ ലോഫ്റ്റി മൗണ്ടൻ. ഇറ്റ് വിൽ ബി റൈറ്റ്. സാരില്ലടോ അല്ലേ? സാരില്ലടോ, ഇതൊക്കെ ശരിയാവും അല്ലേ? എന്താടാ വരിര, ഇതൊന്നും ശരിയാവത്തെ അല്ലേ? എൻ്റെ പൊന്നെ, ഇറ്റ്സ് ട്രൂ. പക്ഷേ ഇപ്പോൾ ഞാൻ പായസം ഉണ്ടാക്കാൻ മേടിച്ച് വെക്കാറുള്ള നട്ട്സ്, റേസിൻസ് ഒക്കെ അമ്മ കാണാതെ എടുത്ത് കഴിക്കുന്നുണ്ട്. അതൊക്കെ പുറത്തിൻ്റെ അടി കിട്ടൂടെ. എനിക്ക് മമ്മിയുടെ അടുത്ത് എത്ര തവണ കിട്ടിയിട്ടുള്ള. ഞാൻ പിന്നെ പരിപാടി നിർത്തി. ഇനി ഞാൻ ഇപ്പോൾ മമ്മിയോട് ചോദിക്കും, മമ്മി ഞാൻ എടുത്തോട്ടെ എന്ന് ചോദിക്കും. കാരണം പണ്ട് ഞാൻ ചോദിക്കാതെ എടുത്തിട്ട് മമ്മി എന്നെ അടിക്കുവേ. മൂത്ത മോളായതുകൊണ്ട് എന്നെ പിടിച്ച് അടിക്കില്ല. ചേട്ടായി കൊണ്ടിട്ട് കാര്യം, ചേട്ടായി മോനാണല്ലോ, അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെ വലിയ ഇഷ്ടമില്ലെന്ന്. ഞാൻ ആ വീട്ടിലെ ബ്ലാക്ക് ഷീപ്പ്. അപ്പോൾ എന്തായാലും അങ്ങനെ. അപ്പോൾ എനിക്ക് അടി കിട്ടും. അപ്പോൾ ഞാൻ പിന്നെ ഞാൻ ചോദിക്കാറായി, മമ്മി എനിക്കൊരെണ്ണം തരുമോ എന്ന് ചോദിക്കും. അതാകുമ്പോൾ പിന്നെ ഡീസൻ്റ് ആണല്ലോ. എന്താ പറയുക, മൈ 6th sense is too sharp. എൻ്റെ പൊന്ന് ഷമ്മാസ് പറയണ്ടായിരുന്നു, അങ്ങ് ഉത്തരത്തെ കയറി കാണും. ഗുഡ് മോർണിംഗ് രേഷ്മ. ഗുഡ് മോർണിംഗ് രേഷ്മ.
ഓക്കെ, താടി വളർന്നു തോന്നോ. മൈ ഡിസിഷൻ ടു റിസൈൻ ജോബ് വാസ് an untimely one. വേണ്ടായിരുന്നല്ലേ? ഓക്കെ. ഹർ effervescent behavior makes people envisage of success. That's great. ദിവ്യ അല്ലടാ, അത് രേഷ്മയാണ്. People of Kasaragod still take a ബീറ്റിംഗ് ഓഫ് ദ എൻഡ് ഓഫ് സെൽഫ് ആൻഡ് പാൻഡമിക്. പീപ്പിൾ ഓഫ് കാസ് ഇപ്പോഴും ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതാണ് സ്റ്റില്ലിൻ്റെ അർത്ഥം. അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് കൊടുക്കണം കേട്ടോ. പീപ്പിൾ ഓഫ് കാസർഗോഡ് ഹാവ് സ്റ്റിൽ ടേക്കൺ എ ബീറ്റിംഗ് ഓഫ് എൻഡ് ഓഫ് സെൽഫ് ആൻഡ് പാൻഡമിക് എന്ന് പറയണം കേട്ടോ. യെസ്. അടുത്ത് പിടിച്ചോ, ഡിസ്റപ്റ്റ്. ഡിസ്റപ്റ്റ് എന്നത് വേർബാണ്. വേർബിൻ്റെ അർത്ഥം ഇതാണ്: ഇൻട്രപ്റ്റ് ചെയ്യുക, ഡിറേഞ്ച് ചെയ്യുക, ഡിസ്റ്റർബ് ചെയ്യുക, ഡിസ്ഓർഗനൈസ് ചെയ്യുക കേട്ടോ. എവിടെയായിരുന്നു അഭിനയ? ഉറങ്ങിപ്പോയോ നീ? മിസ്സിൻ്റെ മോമിനെ നിറയെ ഫാൻസ് ഉണ്ട് തോന്നുന്നു ഇവിടെ. മമ്മിയും ഞാനും തമ്മിൽ നല്ല രസമാണ്. ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടില്ല എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ മമ്മി അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ മമ്മി സ്റ്റുഡൻസിനോട് ഞാൻ കഥ പറയുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മമ്മിക്ക് അത് അറിയത്തില്ല. ഞാനത് നൈസായിട്ട് പറഞ്ഞ മമ്മി വിചാരിക്കും ഞാൻ ലൈവ് ഓഫ് ചെയ്തിട്ടായി പറയുന്നത്. ഞാൻ മമ്മിയോട് പറഞ്ഞിട്ടില്ലേ ലൈവിലായി കാര്യമൊക്കെ പറയുന്നത്. എന്താ ചെയ്യുക? അറിയാമോ, എന്നോട് ചോദിക്കുമായിരുന്നു, നീ ഇതെല്ലാം എല്ലാവരും പറഞ്ഞു കൊടുക്കും. ഞാൻ എൻ്റെ സ്റ്റുഡൻസിനോടല്ലേ, വേറെ ആരോടല്ലോ. എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനോട് ഞാൻ പറയും. അംബീഷ്യസ് അടുത്ത അഡ്ജക്റ്റീവാണ്. അംബീഷ്യസ് എന്ന് പറഞ്ഞാൽ അസ്പയറിങ്, ഡിറ്റർമിൻഡ്, പൈനിയറിങ്. അംബീഷ്യസ് ആണല്ലേ. സീസർ ഇസ് അംബീഷ്യസ് ബട്ട് എന്ന് പറഞ്ഞിട്ട് ഓർമ്മയില്ലേ? ഫ്രണ്ട്സ്, റോമൻസ് ആൻഡ് കൺട്രിമെൻ. നമ്മുടെ മറ്റേ മാർക്ക് ആന്റണിയുടെ സ്പീച്ച് പറയില്ലേ, സീസർ ഇസ് അംബീഷ്യസ്. സീസർ നല്ല അംബീഷ്യസ് ആണ്, അസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളാണ്. സീസറിനെ ന്യായീകരിച്ചുകൊണ്ടൊരു സ്പീച്ച് ഇല്ലേ, ബട്ട് അല്ലേ, ബ്രൂട്ടസേ നീയോ എന്ന് പറയുന്നത് അത്. സോ ആർബിട്രറി, അടുത്ത ആർബിട്രറി അഡ്ജക്റ്റീവ് ആണ്. റാൻഡം അല്ലെങ്കിൽ വിംസിക്കൽ എന്ന് പറയും. ആർബിട്രറിക്ക് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. വളരെ എന്താ പറയുക, വളരെ കൊടൂരമായ, ഡെസ്പോട്ടിക്, ടിറണിക്കൽ, മൊത്തം നാശം വിതയ്ക്കുന്ന, വളരെ ഡൊമിനിയറിംഗ് ആയിട്ടുള്ള എന്നുള്ള അർത്ഥം ആർബിട്രറി. റൂൾ ഓഫ് ഇന്നോണാസ്റ്റി എന്നൊക്കെ പറയും. അടുത്ത സ്ട്രാഡൽ. സ്ട്രാഡൽ ചെയ്യാന്ന് പറഞ്ഞാൽ കയറിയിരിക്കുക അല്ലേ, ബിസ്ട്രൈഡ് ചെയ്യുക, മൗണ്ട്, ഗെറ്റ് ഓൺ, കയറിയിരിക്കുക. അപ്പോൾ സ്ട്രാഡൽ ചെയ്യുന്ന പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ മുകളിൽ നമ്മൾ കയറി ഇരുന്നിട്ട് അങ്ങ് ഒരു കാര്യം ചെയ്യുകയാണ് അല്ലേ, അതിനാണ് നമ്മൾ സ്ട്രാഡൽ ചെയ്യാൻ പറയാം. അടുത്ത പ്രുഡൻസ്. പ്രുഡൻ്റ് ആയിരിക്കുക അഡ്ജക്റ്റീവ് ആണ്. ഓർമ്മയില്ലേ, പ്രുഡൻ്റ് നമ്മൾ പറഞ്ഞിരുന്നു. പ്രുഡൻ്റ് വൈസ് എന്നാണ് അർത്ഥം. അപ്പോൾ പ്രുഡൻസ് വേർബ്, പ്രുഡൻ്റ് അഡ്ജക്റ്റീവ്, വേർബ് അല്ല, നൗൺ കേട്ടോ. പ്രുഡൻസ് നൗൺ ആണ്. വിസ്ഡം, ജഡ്ജ്മെന്റ്, സഗാസിറ്റി, സെൻസ്. അപ്പോൾ സെൻസിബിൾ, സഗാഷ്യസ്, ജഡ്ജ്മെന്റൽ, ജഡ്ജ്മെന്റിൽ പോട്ടെ, ജഡ്ജ്മെന്റിൽ വേറെ മീനിങ് ആണ്. ജുഡീഷ്യസ് പറയും പ്രുഡൻറ്റിന്റെ. വൈസ് എന്നുള്ള അഡ്ജക്റ്റീവ് വരും, ഓർത്തോണം കേട്ടോ. യാ, she solves the discussion. That's great. Ani, good morning. Enna undachane vishesham? Untimely opportunities in job stole her success. All right. The untimely death of landlord put his family in the verge of debt. Yes. അപ്പം അടുത്തോട്ട് പോവാം. നമ്മുടെ SSCയുടെ CGLന്റെ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. അറിയാത്തവർ ഓർത്തിരിക്കുക. പുതിയ പാറ്റേൺ ആണ്. Tier 1 and Tier 2 മാത്രമേ ഉള്ളൂ. ആദ്യം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒക്ടോബർ 10-ാം തീയതി. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ കോഴ്സ് എടുക്കുക വേണ്ടിയുള്ളത് നിങ്ങളുടെ ഇഷ്ടം. അത് ഞാൻ എപ്പോഴും പറയും. അപ്പോൾ എടുക്കുവാണെങ്കിൽ ഡബിൾ വാലിഡിറ്റി ഓഫർ കിട്ടും. എൻ്റെ കോഡ് ഉപയോഗിക്കാം. 15% ഡിസ്കൗണ്ടും ഡബിൾ വാലിഡിറ്റിയും കിട്ടും. നമ്മുടെ കോഴ്സിന് 2260 രൂപയാണ് നമ്മുടെ കോഴ്സ് ഫീ. നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. SSC CGLന്റെ Tier 1 and Tier 2 ക്ലാസ്സുകൾ. നമുക്ക് ഇനി ഇത് SBPOയുടെ ക്ലാസ്സുകൾ. SBPO വിളിച്ചിട്ടുള്ള കാര്യം അറിയാലോ അല്ലേ. ഒക്ടോബർ 10-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ. അപ്പോൾ അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്യുക. ഫോം ഫില്ലിംഗ് ഒക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്ലൈ ചെയ്ത്, ഞാനല്ല റിജിൻ സാർ. അപ്പോൾ അപ്ലൈ ചെയ്യുക. നമുക്ക് 10-ാം തീയതി 12-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. പ്രിലിംസ് ആൻഡ് മെയിൻസ് ഓറിയൻറ്റഡ് ബാച്ചാണ്, വലിയ ബാച്ചാണ്. നമ്മൾ 2489 രൂപയാണ് കോഴ്സ് ഫീ. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഡബിൾ വാലിഡിറ്റി ഓഫറിൽ തന്നെ ജോയിൻ ചെയ്യുക. Y314 എന്നാണ് കോഡ്. ആ കോഡ് ഉപയോഗിക്കാം. നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ട് കിട്ടും. അടുത്ത സെറ്റ് ഓഫ് വേർഡ്സിലോട്ട് പോകാം. ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടെങ്കിൽ മെയിലിൽ ഒരു ഔട്ട്ലുക്ക് അറിയത്തില്ല. ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ നൗൺ ആണ്. വ്യൂ പോയിന്റ്, എൻ്റെ ഒരു ചിന്താഗതി അനുസരിച്ച് അല്ലേ, എൻ്റെ ഒരു വീക്ഷണം അനുസരിച്ച്. ആങ്കിൾ, ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ എന്ന് പറയാം ഔട്ട്ലുക്ക്. അടുത്തത് അണ്ടർസ്കോർ. നിങ്ങൾക്കറിയാലോ, റിന്റു സെബാസ്റ്റ്യൻ സെബാസ്റ്റ്യൻ, അതാണ് എൻ്റെ ടെലിഗ്രാം ID എന്നൊക്കെ ഞാൻ പറയും. അപ്പോൾ ഓർക്കും, അണ്ടർസ്കോർ ചെയ്യാന്ന് പറഞ്ഞാൽ അടിവരയിടുക മീൻസ് എംഫസൈസ് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്യുക, സ്ട്രെസ് ചെയ്യുക ഒരു കാര്യത്തെ. അടുത്തത് ഇൻഡിജിനസ്. അറിയാലോ, ഇൻഡിജിനസ് എന്ന് പറഞ്ഞാൽ തനതായ എന്നാണ് അർത്ഥം. നേറ്റീവ്, അബോറിജിനൽ, ലോക്കൽ, ഫസ്റ്റ്, ഇനിഷ്യൽ അല്ലെ, നമ്മുടെ പ്രൈമറി ആയിട്ടുള്ള, അവിടുത്തെ നേറ്റീവ് ആയിട്ടുള്ള, ഒറിജിനൽ ആയിട്ടുള്ള എന്നൊക്കെയാണ് ഇൻഡിജിനസ്. സ്പെല്ലിംഗ് മാറിപ്പോരുത് ഇൻഡിജിനസ്, അതുപോലെ മീനിങ് മാറിപ്പോരുത്. ഇൻഡിജിനസ്. ഓക്കെ, ഇൻഡിജിനസ് ട്രൈബ്സ് എന്നൊക്കെ പറയാം. ഇൻഡിജിനസ് പ്ലാന്റ്സ് എന്നൊക്കെ പറയില്ലേ. ഇൻഡിജിനസ് അനിമൽസ് എന്നൊക്കെ പറയാം. അടുത്ത റെസിലിയൻറ്റ്. റെസിലിയൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, റെസിലിയൻസ് ഇസ് എ നൗൺ. റെസിലിയൻറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. അപ്പോൾ റെസിലിയൻസ് എന്ന നൗൺ ആണ്. ENC ഈ വാക്കുകളൊക്കെ നൗൺ കണ്ടില്ലേ. പ്രൊഡൻസ് കണ്ടില്ലേ. അതുപോലെ റെസിലിയൻറ്റ് അഡ്ജക്റ്റീവ് ആണ്. സ്ട്രോങ്, ടഫ്, ഹാർഡി, നല്ല കരുത്തുള്ള അല്ലേ.
എന്താ സിമെന്റ്, ഇന്ന സിമെന്റിന്റെ കാര്യമൊക്കെ പറയുന്നേക്കാം. സിമെന്റ് ഇനി പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ഞാൻ പരസ്യം പറഞ്ഞു പോയല്ലോ, അതുകൊണ്ട് വേണ്ട. അടുത്ത ഫ്ലെക്സിബിൾ എന്നൊരു അർത്ഥമുണ്ട്, പ്ലയബിൾ ആണെന്നുള്ള അർത്ഥവും റെസിലിയന്റിനുണ്ട് കേട്ടോ. പിന്നെ അഫിലിയേറ്റ് എന്ന് പറയുമ്പോൾ നൗണും ഉണ്ട്, വേർബും ഉണ്ട്. അഫിലിയേറ്റഡ് ടു ഇന്ന യൂണിവേഴ്സിറ്റി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ഇന്ന ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അഫിലിയേറ്റഡ് ടു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ HSA എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം HSC സംതിങ് അറിയത്തില്ല, അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, IHSCയോ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ എനിവേസ് അസോസിയേറ്റ് എന്നൊരർത്ഥമുണ്ട്, കൊളാബറേറ്റ് ചെയ്യുന്ന ആ പാർട്ട്ണർ എന്നാണ് അഫിലിയേറ്റ് എന്ന അർത്ഥം. പിന്നെ കൂട്ടാളികൾ എന്നൊക്കെ പറയില്ല അഫിലിയേറ്റ്. അല്ലാതെ അറ്റാച്ച് ചെയ്യുക, കണക്ട് ചെയ്യുക, കമ്പൈൻ ചെയ്യുക, ജോയിൻ ചെയ്യുക എന്നൊക്കെയും അഫിലിയേറ്റ് എന്ന വേർബിന്റെ അർത്ഥമുണ്ട്, ഓർത്ത് വെച്ചോണം. ഓക്കെ അല്ലേ? അപ്പൊ സെന്റൻസിലോട്ട് പോരാം. അൺടൈംലി ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ജോബ്സ് ടു ഓൾ ഓഫ് us പറഞ്ഞല്ലേ. Okay, his untimely action in the parley makes everyone angry. Great. Untimely interruption, Prindibam led us to leave from the campus fight. Oh, campus fight. Untimely interruption of Prindibam. Off oda kodukanoda Shamase. Off kodukka. Of Prindibam led us to leave from the campus. Okay. He's ambitious about his future. That's great. Shamas disrupted the meeting conducted by Nandisha and Shiny with respect to women empowerment and gender equality. Aradi kollam. CGL application last date October 8 ആണോ? ആണ് അഭിനയ ആണെന്ന് അന്വേഷിച്ചു. ആണ്. Yes. Most of the parents told to eat. Most of the parents told to eat nuts, milk, powder, boost, etc. അവിടെ കൊടുക്കണം. Most of the parents told their children. അല്ലേ? ആരെയാ തടുക്കുന്നേ? കുട്ടികളെ. അതാണ് പ്രശ്നം. മോസ്റ്റ് ഓഫ് ദ പേരൻസ് സ്റ്റോൾ ദർ ചിൽഡ്രൻ ടു ഈറ്റ് അല്ല, ഫ്രം ഈറ്റിംഗ് ഈറ്റ് ചെയ്യുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുക. ഫ്രം ഈറ്റിംഗ് നട്ട്സ്, മിൽക്ക് പൗഡർ, ബൂസ്റ്റ് എക്സെട്ര. എന്തും അല്ലേ, എന്താണല്ലോ അവർ പറയുന്നത് തടസ്സമാണ് അല്ലേ. ഒരു കഷ്ണം പുളി പോലും എടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു മമ്മി പണ്ട്. മമ്മി പറയും, എടി പുളി ഇവിടെ വെക്ക്, സാമ്പാറിലിടാനുള്ള. ഞാൻ അവർക്ക് ഈ തലയ്ക്ക് എന്നത്തിൻ്റെ കേട്ട ഞാൻ പണ്ട് വഴക്കുണ്ടാക്കുന്നത് എന്തിനാണെന്നറിയാം? ഞാൻ പുളി കട്ട് ചെയ്യുന്നു, എങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അപ്പോഴേ എൻ്റെ പൊന്നെ ഞാൻ എന്തൊക്കെയായിരുന്നു കാണിച്ചു വിട്ടിയെന്ന് ഞാനിപ്പോൾ ആലോചിക്കാം. അപ്പോഴെനിക്ക് കുരുത്തക്കെട്ടവളായിരുന്നു, ചെറുതായിട്ട് വീട്ടിലെ കുരുത്തക്കെട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കട്ടിരും. നമുക്ക് വലിയ പുളിമരമുണ്ട്, 2-3 പുളിമരമുണ്ട്. എന്നിട്ട് മമ്മി പറയും, എൻ്റെ തീമ ഞാനിവിടെ കഷ്ടപ്പെട്ട് കുരുകളെടുത്ത് വെച്ചിരുന്ന പുളികളെടുത്ത് തിന്നു എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മമ്മി പറയുമായിരുന്നു. അപ്പോൾ ഞാൻ ഓർക്ക്, എന്തിനാ നിങ്ങൾ വഴക്കുണ്ടാക്കുന്നത്? 3 പുളിമരം ഇവിടെ ഇല്ലേ? ഒരു കഷ്ണം പുളി ഞാൻ എടുത്ത് ഇവിടെ എന്ത് തീർന്നു പോകാനാ എന്നൊക്കെ ചോദിച്ച് ഞാൻ മമ്മിയോട് ചോദിക്കും. ആര് കേൾക്കാൻ, ആര് ഇതാക്കാം? മമ്മി പുറകെ വടി കൊണ്ട് ഓടും. ഞാൻ പിന്നെ പേടിച്ചിട്ട് ഓടി രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ചോദിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ മാനിയായി. ഞാൻ പിന്നെ ഭയങ്കര മാന്യതയോട് ചോദിക്കും, മമ്മി ഒരു കഷ്ണം പുളി എടുത്തോട്ടെ എന്ന് ചോദിക്കും. എന്തൊരു കഷ്ടമാണ് നോക്കണേ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. Her prudent vision makes her to straddle the kingdom of success. Yes. Owing to unhealthy habits, nowadays untimely deaths are common in our country. Yes. Don't disrupt the class if you don't like. Please get away. അത് കൊള്ളാം. എന്നോടാണോ, ഞാൻ പോകാനാണോ അമല? We should have our own outlook about life. സത്യം. ഇൻഡിജിനസിന്റെ സ്പെല്ലിംഗ് ഇതാ. അയ്യോ. യെസ്. ഇൻഡിജിനസിന്റെ സ്പെല്ലിംഗ് ഞാൻ തന്നെ തെറ്റിച്ചല്ലേ? ഒരു സെക്കൻഡ് ഞാനൊന്ന് സെറ്റ് ആയിക്കോട്ടെ. ഇൻഡിജിനസിന്റെ സ്പെല്ലിംഗ് ഞാൻ തന്നെ തെറ്റിച്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആണ് അഭിനയ, യു റൈറ്റ്. ഐം സോറി. പിള്ളേരെ കണ്ടോ, ഞാൻ തന്നെ തെറ്റിച്ചു കണ്ടോ? ഇൻഡിജിനസിന്റെ സ്പെല്ലിംഗ് INDI ആണ്, ടൈപ്പ് ആണ്. ഞാൻ അറിഞ്ഞു പോലുമില്ല എൻ്റെ സ്പെല്ലിംഗ് തെറ്റിയത്. INDIGENOUS ആണ്. സ്പെല്ലിംഗ് തെറ്റിക്കല്ലേ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ തെറ്റിച്ചു. അതുകൊണ്ടാണ് പറയുന്നത്, നോക്കിക്കോണേ. എൻ്റെ ഒരു കാര്യം പ്രിന്റു. യെസ്. Arbitrary rules at the time of Hitler was horrible. Yes. Was അല്ല, arbitrary rules അല്ല ഇർഫാൻ. അപ്പോൾ പ്ലൂറൽ റൂൾസ് ആണ്. അപ്പോൾ വേറെ ഹൊറിബിൾ കൊടുക്കണേ. Prudence of Aradi is underscored in her stern decisions. Great. Her outlook about life is unique. The resilience of government hinders its affiliation with greedy people. Great. He is resilient enough to overcome hurdles across his pathway to success. Each state has indigenous tribes. She is the indigenous kid of her family. Okay. അല്ല, അവിടെ ഫസ്റ്റ് എന്ന അർത്ഥത്തിൽ വരില്ല കേട്ടോ. പ്രഥമം എന്ന് പറയുമ്പോൾ അവിടുത്തെ ആദ്യം മുതലേ ഉള്ള ആൾക്കാർ എന്ന അർത്ഥത്തിലാട്ടോ. അപ്പോൾ അവിടെ ഇൻഡിജിനസ് കിഡ് എന്ന് പറയില്ല കേട്ടോ. അങ്ങനെ ഉപയോഗിക്കേണ്ട അമല, അങ്ങനെ പറയില്ല. ആദ്യത്തെ കിഡ് എന്ന് പറയില്ല കേട്ടോ. It's clearly underscored in the notification that you need a resilient foundation in the indigenous language for applying this post. Great. My outlook of life is different from yours. That is great. അതെ, എൻ്റെ ചിന്ത വേറെ, നിന്റെ ചിന്ത വേറെ അല്ലേ? അതെ, അതുവേ ഇതുറേ. Ardi affiliated with the company and started exploring the potential of Telegram and Instagram as Facebook is dominated by octogenarians. എൻ്റെ പൊന്ന് ഷമ്മാസേ. Moving to next set people. Propagate ചെയ്യുക. എന്താണ് propagate ചെയ്യുക? Propagate ചെയ്യുക എന്ന് പറഞ്ഞാൽ ബ്രീഡ് ചെയ്യുക, ഗ്രോ ചെയ്യുക, കൾട്ടിവേറ്റ് ചെയ്യുക എന്നൊരർത്ഥമുണ്ട്. അതല്ലാതെ propagate ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ഡെസിമിനേറ്റ് ചെയ്യുക എന്നും അർത്ഥമുണ്ട് അല്ലേ? ഒന്ന് വളർത്തുക എന്നുള്ള അർത്ഥമില്ല. അതിലല്ലാതെ സ്പ്രെഡ് ചെയ്യുക, ഡെസിമിനേറ്റ്, അതൊന്ന് ശരിയാക്കി തരാം. ഇപ്പം ഞാൻ ശരിയാക്കി തരാം.
Disseminate, DISS, disseminate. Disseminate ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ സ്പ്രെഡ് ചെയ്യുക, ഡിസമിനേറ്റ് ചെയ്യുക, സർക്കുലേറ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അതാണ് അർത്ഥം. പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രൊപ്പഗാൻഡ അറിയാലോ, ഇതിന്റെ നൗൺ ഫോർമുലേഷൻ ഇല്ല. പ്രൊപ്പഗേഷൻ, പ്രൊപ്പഗാൻഡ ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പ്രൊപ്പഗാൻഡ, വിളംബരം എന്നൊക്കെ പറയില്ലേ. അടുത്ത അഡിയർ ചെയ്യുക. ഇന്നലെ പറഞ്ഞ അഡിയർ അല്ല, നമ്മൾ വേറെ പറഞ്ഞു വാക്ക പറഞ്ഞു. അതിന്റെ മീനിങ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നലെ. അപ്പോൾ അഡിയർ ചെയ്യാന്ന് വെച്ചാൽ സ്റ്റിക്ക് ടു സംതിങ്, അറ്റാച്ച് ടു സംതിങ്, ഒബേ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കംപ്ലൈ ചെയ്യുക. അഡിയർ ടു ദ റൂൾസ് അല്ല, അഡിയറിനോട് ഫിക്സഡ് പ്രൊപ്പോസിഷൻ ഉണ്ട്. അഡിയർ ടു സംതിങ് ആണ്. അഡിയർ ടു ദ റൂൾസ് ഓഫ് ദ ഗവൺമെന്റ് എന്നാ പറയാം. കംപ്ലൈഡ് കൂടെയാണെങ്കിൽ വിത്ത്, കംപ്ലൈ വിത്ത് സംതിങ്, അഡിയർ ടു സംതിങ് ആണ്. കാഡ്രെ അടുത്തത് ഗ്രൂപ്പ്, ബോഡി, ടീം, കോപ്സ് എന്നൊക്കെ പറയും. സേന, അതിനെയാണ് നമ്മൾ കാഡ്രെ എന്ന് പറയാം. ഓർത്തോണേ. അടുത്തത് ഹെജ്മണി. ഹെജ്മണി, ഹെജ്മൺ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കില്ല, സുപ്രീം പവർ എന്നാണ്. അപ്പോൾ ഹെജ്മണി എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ്. ഡോമിനൻസ്, ഡൊമീനിയൻ എന്നാണ് ഹെജ്മണി എന്ന് പറയുന്നത്. സുപ്രീം പവർ, അതിനാണ് ഹെജ്മണി പറയാം. ഹെജ്മൺ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി കേട്ടോ. ഹെജ്മൺ ഒരു ആള്, ഓർ ഒരു ഓർഗനൈസേഷൻ, ഒരു കൺട്രി, അതൊക്കെ ഹെജ്മൺ എന്ന് പറയും. അതും നൗണാണേ. സുപ്രീം പവർ എന്ന അർത്ഥം. അപ്പോൾ ലീഡർഷിപ്പ്, ഡോമിനൻസ്, സുപ്രിമസി എന്ന് പറയാം. അടുത്ത ഫെർദർ. ഫെർദർ ചെയ്യുക, വേർബ് ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, അഡ്വേർബ് ഉണ്ട്. ഫെർദർ ചെയ്യുന്ന പറഞ്ഞാൽ പ്രൊമോട്ട് ചെയ്യുക, അഡ്വാൻസ് ചെയ്യുക, അല്ലെ. ഫെർദർ ചെയ്യുക, ലെറ്റ്സ് ഫെർദർ ദ പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കാര്യം കുറച്ചുകൂടെ അങ്ങ് മുന്നോട്ടങ്ങ് പോകട്ടെ, പ്രൊമോട്ട് ചെയ്യാം, അഡ്വാൻസ് ചെയ്യാം, അല്ലെ, കൂട്ടാം എന്നൊക്കെ പറയില്ല. അതാണ് ഫെർദർ എന്ന വേർബ്. അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം ഫെർദർ എന്ന് പറഞ്ഞാൽ ഡു യു ഹാവ് ഫെർദർ ടൈം, ഐ ഡോണ്ട് ഹാവ് ഫെർദർ ടൈം, എനിക്ക് ഇനിയും സമയമില്ല, മോർ സമയം എൻ്റെ കയ്യിലില്ല. എനിത്തിങ് അഡീഷണൽ എന്നാണ്. അഡീഷണൽ എന്നാണ് ഫെർദറിന്റെ അർത്ഥം. അഡീഷണലി ഇസ് ഫെർദറിന്റെ അഡ്വേർബൽ എക്സ്പ്രഷന്റെ മീനിങ്. സെയിം സാധനം തന്നെയാണ്, വെർബായിട്ടും അഡ്ജക്റ്റീവായിട്ടും അഡ്വേർബായിട്ടും ഉപയോഗിക്കുക. ഒരേ മീനിങ്ങിലുള്ള ഫെർദർ എന്ന വാക്ക് മറക്കണ്ട. ലെറ്റ് മീ റീഡ് യുവർ സെന്റൻസസ്. ദ നെയ്സെയർ സൈറ്റഡ് ദ prudent of the court. അല്ലല്ല, prudence of the court. അയ്യോ, നീ അവിടെ ഉദ്ദേശിച്ച ജഡ്ജ്മെന്റ് അല്ലേ? ആ ജഡ്ജ്മെന്റ് അല്ല ഇത്. കോർട്ടിലെ ജഡ്ജ്മെന്റ് ഡിഫറെന്റ്, വിധി. അത് വേർഡിക്റ്റ് അല്ലേടാ ജഡ്ജ്മെന്റ്. ഈ ജഡ്ജ്മെന്റ് എന്താ? നമ്മുടെ ജഡ്ജ്മെന്റ്, നമ്മുടെ ചിന്താഗതി, നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടല്ലോ, ആ ജഡ്ജ്മെന്റ്. ഈ prudent അല്ല, തെറ്റ്. prudent അഡ്വേർബ്, അഡ്ജക്റ്റീവ് ആണ് കേട്ടോ വിനു. prudence ആണ് ജഡ്ജ്മെന്റിന്റെ അർത്ഥം. പക്ഷെ ആ ജഡ്ജ്മെന്റ് ഇസ് നോട്ട് ദിസ് ജഡ്ജ്മെന്റ്. അവിടെ ജഡ്ജ്മെന്റ് കൊടുക്കണം കേട്ടോ. ദാറ്റ് കോർട്ട് ഡിസ്റ്റർബ്സ് മെനി പീപ്പിൾ. Okay, INS Vikrant is India's indigenous aircraft carrier. Yes. Constitution of India respects indigenous culture, language, tradition of every person who lives in India. Great. Shamas underscores imperative for healthy environment of children's growth, and he propagated awareness schemes for their mental health. That's great. His charismatic hegemony furthers the reputation of the company. That's great. She was reluctant to adhere to the rules of the company because of her grumble behavior. I and my parents have dissimilar viewpoint. It always creates many disgruntlements between us. എന്താ അല്ലേ? അത് കുഴപ്പമില്ല, ചില സമയത്തല്ലേ അതൊക്കെ നടക്കും. It's a part and parcel of life. Whenever a new scheme is brought in by the authority, they always underscored. അതെങ്ങനെ വരൂടാ അശ്വതി? എങ്ങനെ വരും അത്? ഓൾവേസ് എന്ന് പറയുമ്പോൾ തന്നെ എപ്പോഴും. അപ്പം they always underscore in conserving the indigenous culture of tribe. Underscored അല്ല, സിമ്പിൾ പാസ്റ്റ് കൊടുക്കുക. ഹാബിച്വൽ ആക്ഷൻ അല്ലേ ഓൾവേസ്. അപ്പോൾ underscore in conserving the indigenous culture of people. Okay. The outlook of life started to change Irfana's life as she adhered to Rintu Ma'am's principle. പോടാ, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. നീ എന്താ അങ്ങനെ പറഞ്ഞേ? അവൾ അവളുടേതായ ചിന്താഗതി, എനിക്ക് എൻ്റെതായ ചിന്താഗതി. നീ എന്താ അങ്ങനെ പറഞ്ഞ ഷമ്മാസ്? നീ എനിക്കിട്ട് കുത്തിയതാണോ അത്? Yes, the cadre of Abhinaya under the hegemony of Nandish has strictly adhered to the principles of constitution. That's great. This cadre adhered to further the hegemony of its members. Abhinaya അടി. അതിൻ്റെ ഇന്നലെയും കൂടെ ഞാൻ പറഞ്ഞോളൂ. എവിടെയാണ് ശ്രദ്ധ? ഇറ്റ്സ് പോസസീവ്. പക്ഷെ മറ്റേ ഇറ്റ്സോ ഓർമ്മയില്ലേ കുട്ടി? നമ്മൾ പറഞ്ഞില്ലേ മറ്റേ ഇറ്റ്സോ? ഈ ഇറ്റ്സ് അപ്പസ്ട്രോഫി ഉള്ള ഇറ്റ്സ് 3 ഇറ്റ്സ് ഉണ്ട്. ഇറ്റ് ഈസിൻ്റെ ഷോർട്ട് ഫോം ആണ്, ഇറ്റ് വാസിൻ്റെ ഷോർട്ട് ഫോം ആണ്, ഇറ്റ് ഹാസിൻ്റെ ഷോർട്ട് ഫോം ആണ്. നമുക്ക് ഏതിൻ്റെ ഷോർട്ട് ഫോം അല്ലല്ലോ ഇവിടെ വേണ്ടത്, അതിൻ്റെ എന്നുള്ളതല്ലേ, അതിൻ്റെ മെമ്പേഴ്സ് അല്ലേ. അപ്പോൾ എന്ത് വേണം? ഹെജ്മണി ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് അല്ലേ. My husband makes a cadre with my family and not even miss a chance to tease me. അതെനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. ഇപ്പം അവരൊരു സെറ്റ്, ഞാനിവിടുത്തെ ബ്ലാക്ക് ഷീപ്പ്. അതുപോലെ he propagated Gandhi's outlook on ahimsa. Hegemony of Arthi is highly appreciable to everyone. Yes,
It is evident the Supreme Court adhered to public outlook, which is an inevitable element in a democratic society. Great. നമ്മുടെ കേരള ട്രാൻസ്ലേറ്റർ ഹൈക്കോർട്ടിന്റെ ട്രാൻസ്ലേറ്റർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്ലൈ ചെയ്ത് കാണുമായിരിക്കും. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തത് ഇനി ഉണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഡബിൾ വാലിറ്റി ഓഫർ നമുക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാം. 1952 രൂപയുള്ള കോഴ്സ് ഫീ. അതുപോലെ തന്നെ ഷോഫർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. 1952 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ കോഴ്സും കിട്ടും. ഡ്രൈവർ പോസ്റ്റ് ആണ്. അപ്പോൾ അപ്ലൈ ചെയ്തവരൊക്കെ ക്ലാസ്സിൽ ഒറ്റയ്ക്ക് പഠിക്കും അടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് പോകണമെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമ്മളിവിടെ ഉണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. Y314 എന്ന കോഡ് ഉപയോഗിക്കുക. നിങ്ങൾ ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക മറ്റുള്ളവർക്ക് കേട്ടോ. അറിയാവുന്നവരുണ്ടെങ്കിൽ പഠിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ലാസ്റ്റ് സെറ്റ് ഡിസിഡന്റ്. കേട്ട് പരിചയം ഉണ്ടായിരിക്കും. ഡിസിഡന്റ് നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. നൗൺ ഒബ്ജക്റ്റർ, പ്രൊട്ടസ്റ്റർ എന്ന് പറയാം. അപ്പോൾ അഡ്ജക്റ്റീവ് ആയിട്ട് വരുമ്പോൾ ഡിസ്അഗ്രീയിങ്, ഒപ്പോസിങ് എന്നർത്ഥം. ഓക്കെ. അടുത്തത് അണ്ടർമൈൻ ചെയ്യുക. വേർബാണ്. ഇറോഡ് ചെയ്യുക, വേറെ ചെയ്യുക, നശിപ്പിക്കുക, സബ്വേർട്ട് ചെയ്യുക, സബോട്ടാഷ് ചെയ്യുക, സെയിം സാധനം അണ്ടർമൈൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഡിസിഡന്റ് എന്ന് പറഞ്ഞാൽ ഓർത്തോണം, എതിരാളി, പ്രൊട്ടസ്റ്റർ ഒക്കെ ഉണ്ട്, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും കേട്ടോ. മിസ്സിന്റെ അടി കിട്ടാൻ വേണ്ടി തെറ്റിക്കുന്ന നമ്മൾ. എന്റെ പൊന്ന് ഷമ്മാസ്, നീ കൊള്ളാം, നൈസായിട്ട് നീ മിസ് അടി പറയാൻ വേണ്ടിയല്ലേ, മിസ് വഴക്ക് പറയാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ചെയ്യുന്നതെന്നല്ലേ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ കൊച്ചു കള്ള. ഓട്ടോ കറക്റ്റിൽ വന്നാണോ? അന്നേ കുഴപ്പമില്ല. ഓട്ടോ കറക്റ്റ് വന്നാണോ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഞാൻ ഓടിച്ചേനെ. ആർട്ടിക്കിളിലോട്ട് പോവാം. ഇന്നത്തെ ആർട്ടിക്കിൾ ഇവോൾവിംഗ് ചെയർ, CDSനെ പറ്റി കേട്ടോ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫിൽ സർവീസ് ചീഫിനും ഇവല്യൂഷൻ വരുന്നുണ്ട് അവരുടെ അപ്പോയിന്റ്മെന്റിൽ. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇവോൾവിംഗ് ചെയർ. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി എല്ലാവരും. ഇപ്പോൾ എത്ര പേര് ലൈവിലുണ്ട്? എത്ര നേരം പറഞ്ഞില്ലല്ലോ. എത്ര പേരുണ്ട്? എന്തേ സ്നേഹമൊന്നും ഇല്ലേ? ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പ് ഇട്ടേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഇട്ടേ. ഇത്രയും പേര് ലൈവിലുണ്ടായിട്ട് 50+ ആൾക്കാർ ലൈവിലുണ്ടായിട്ട് ലൈക്ക് പോലും ഇല്ല പിള്ളേരെ. എന്താ ഇത്? സ്നേഹമില്ല നിങ്ങൾക്ക്? ഷോ മീ സം ലവ്, ഷോ മീ സം സപ്പോർട്ട് ആൻഡ് കെയർ അല്ലേ? That's it. The teacher, the cadre strikes a chord with the infiltrating operation. Great. അപ്പോൾ നോക്കാം. Evolving chair. മനസ്സിലാക്കി തംസപ്പ് ഇടാൻ മറക്കണ്ട കേട്ടോ. Clarity is needed on the relationship of the Chief of Defence Staff with service chiefs in operation roles and administrative duties. നമ്മൾ പൊതുവായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്തെടുക്കുന്ന ഒരു പോസ്റ്റാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അവരും സർവീസ് ചീഫ്സും തമ്മിലുള്ള ഓപ്പറേഷണൽ റോൾസിൽ അവരുടെ ബന്ധം എന്താ, അതിലൊരു ക്ലാരിറ്റി നമുക്ക് വേണം. ഒരു റിലേഷൻഷിപ്പിൻ്റെ തമ്മിലൊരു ക്ലാരിറ്റി വേണം. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ചെയ്യുന്നതും ഈ പറഞ്ഞ CHSL അവർ തമ്മിൽ എന്താ ഈ ഡ്യൂട്ടി എന്നുള്ളത്, എന്താ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഒരു ധാരണയിലെത്തണം. അതിനെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത്. ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ദാറ്റ് അല്ലേ. നമുക്ക് വായിക്കാം. ദി കാഡെ പ്രൊപ്പഗേറ്റ്സ് ദെയർ ഡിസിഷൻസ് taken in the meeting. There അല്ല പ്രിൻസി കാഡ്രെ ഒറ്റ ഗ്രൂപ്പ് അല്ല. അപ്പൊ ഇത് കൊടുക്കണം. കാഡ്രെ propagates its decisions കേട്ടോ എന്ന് പറയണം. Their dissident viewpoint undermine the peace within the family. Viewpoints undermine. Okay, great. അപ്പോൾ നോക്കാം. The government on Wednesday announced the appointment of former Eastern Army Commander Lieutenant General Anil Chauhan, 61, as the next Chief of Defence Staff (CDS), 9 months after the untimely death of India's first CDS General Bipin Rawat in December 2021. He could be in office for almost 4 years. His appointment is until further orders or when he turns 65. Lieutenant General Chauhan will pick up the stalled process of transformation and reorganization of the armed forces. അപ്പോൾ കഥയിലേക്ക് വരാം. നമ്മുടെ കഥ നടക്കുന്നത് കഴിഞ്ഞ വെൻസ്ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ വെൻസ്ഡേയിൽ നമ്മുടെ ഗവൺമെന്റ് എന്ത് ചെയ്തു? അപ്പോയിന്റ് ചെയ്തു ഒരു ഫോർമർ ഈസ്റ്റേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറലായ അനിൽ ചൗഹാനെ ആരായിട്ട്? നമ്മുടെ ചീഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട് അപ്പോയിന്റ് ചെയ്തു കഴിഞ്ഞ വെൻസ്ഡേ കേട്ടോ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് CDS ആയിട്ട് അപ്പോയിന്റ് ചെയ്തു. കഴിഞ്ഞ വെൻസ്ഡേ ആണ് ഈ പരിപാടി നടക്കുന്നത്. അപ്പം ഇങ്ങനെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഈസ്റ്റേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു. പേരെന്താ പുള്ളിയുടെ? അനിൽ ചൗഹാൻ, 61 വയസ്സ്. അപ്പം അനിൽ ചൗഹാനാണ് ഇപ്പം നമ്മുടെ CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് കേട്ടോ. അപ്പം ഇത് എത്ര കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനൊരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. ഇറ്റ് ഈസ് ആഫ്റ്റർ 9 months, 9 മാസങ്ങൾക്ക് ശേഷം. അതും എന്തിന്റെ ഭാഗമായിട്ടാ? അൺടൈംലി, അകാല മരണം ഓഫ് ആർ ആദ്യത്തെ CDS ജനറൽ ബിപിൻ റാവത്ത് December 2021 മരിച്ചു.
അപ്പോൾ അതിനുശേഷം 9 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ അനിൽ ചൗഹാൻ നമ്മുടെ ഈസ്റ്റേൺ ആർമി കമാൻഡർ ലഫ്റ്റനന്റ് ജനറലിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്തു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായിട്ട്. അപ്പോൾ ഇനി ഇങ്ങേർക്ക് ഓൾമോസ്റ്റ് ഒരു 4 വർഷം കൂടി ഭരിക്കാം. 4 വർഷം കൂടി പുള്ളിക്ക് സമയമുണ്ട്. കാരണം 65 വയസ്സ് വരെയാണ് പുള്ളിയുടെ ഫെർദർ ഓർഡർ കിട്ടുന്നവരെ പുള്ളിക്ക് എന്ത് ചെയ്യാം, 65 വരെ പുള്ളിക്ക് 65 വയസ്സ് വരെ പുള്ളിക്ക് ഇരിക്കാം ഈ ഒരു പോസ്റ്റിൽ. അപ്പോൾ ലഫ്റ്റനന്റ് ജനറൽ ചൗഹാൻ എന്ത് ചെയ്യും, ഇപ്പോൾ സ്റ്റോൾ ചെയ്യപ്പെട്ട, ഇപ്പോൾ ഇമ്പീഡ് ചെയ്യപ്പെട്ട ഒരുപാട് പ്രോസസ്സ് ഉണ്ടല്ലോ, ഹിൻഡർ ചെയ്യപ്പെട്ട ഒരുപാട് പ്രോസസ്സ് ഉണ്ടല്ലോ, ആ ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിനെയൊക്കെ പിക്കപ്പ് ചെയ്തിട്ട് ഹിൽ ബി എൻഗേജിങ് ഇൻ ദാറ്റ്. ഇനി പുള്ളിയായിരിക്കും അത് ചുമതല ഏറ്റെടുത്ത് കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നതും അതുപോലെ തന്നെ റീ ഓർഗനൈസേഷൻ ആംഡ് ഫോഴ്സസിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്, അതിനെ പറ്റിയൊക്കെ ഇതാണ് നടത്തും. ആൻഡ് ബ്രിങ് ഇൻ സിനർജി ആൻഡ് ഹി വിൽ ഇൻട്രൊഡ്യൂസ് സിനർജി, ഒരു കമ്പൈൻഡ് എഫേർട്ട് കൊണ്ടുവരികയാണ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് എൻവിസാജ് അലോങ് വിത്ത് ദ ക്രിയേഷൻ ഓഫ് ദ പോസ്റ്റ്. അപ്പോൾ അതാണ് ആൻറ്റിസിപ്പേറ്റ്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പോസ്റ്റിൽ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത് എന്താണ്, ഇങ്ങനെ ഒരു പോസ്റ്റിൽ ഒരു എന്താ കമ്പൈൻഡ് എഫേർട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ആതിര കഴിയാറായി, കുഴപ്പമില്ല, ആർട്ടിക്കിൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഇത് കിട്ടിക്കോളും. ഓക്കെ, നോക്കാം. ആൻഡ് അംബിഷൻ ഡിസ്ഗ്രണ്ടിൽമെന്റ്സ് ഇല്ല, ഡിസ്ഗ്രണ്ടിൽമെന്റ് ഉള്ളൂ, ഞാൻ പറയാൻ വിട്ടു, ഞാൻ ശ്രദ്ധിച്ചത് ഓടിച്ചു വിടുന്നതിന്റെ സമയത്ത് വിട്ടാൻ പോയിട്ടു. വിനു ഡിസ്ഗ്രണ്ടിൽമെന്റ് ഇറ്റ്സ് അൺകൗണ്ടബിൾ കേട്ടോ. അപ്പൊ നോക്കാം. An ambitious component of the new vision is a proposed reorganization of the armed forces into integrated theatre commands, which is yet to get the required consensus among military leaders. When the office of the CDS was created in 2019, its mandate was to ensure jointness of the 3 services in operations, logistics, transport, training, support services, communications, repairs, and maintenance within 3 years of the first CDS assuming office. That ambition was disrupted by the death of General Rawat and then delay in the appointment of this office successor, Lieutenant General Chauhan. നോക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ പറയുന്നൊരു അംബീഷ്യസ് കോമ്പണന്റ് എന്ന് പറയുന്നത് ഒരു പുതിയ വിഷൻ, ഈ ഒരു പുതിയ വിഷന്റെ ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു കോമ്പണന്റ് ആണ് ഒരു പുതിയ ഈ വിഷന്റെ. ശരിക്കും പറഞ്ഞാൽ അതിൽ പ്രപ്പോസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ റീ ഓർഗനൈസേഷൻ ഓഫ് ദ ആംഡ് ഫോഴ്സസ് ആണ്. ശരിക്കും ആംഡ് ഫോഴ്സിന് ഒന്ന് റീ ഓർഗനൈസേഷൻ നടത്തണം, അതാണ് ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ഇവിടെ ഒരു ആസ്പെക്ട് വരായിട്ട് വരുന്നത്. ആൻഡ് അതിന് മിലിറ്ററി ലീഡേഴ്സിന്റെ കൺസെൻസസ് ഇനി കിട്ടണം, വിച്ച് ഈസ് യെറ്റ് ടു ഗെറ്റ്. ഈ പറഞ്ഞ ആംഡ് ഫോഴ്സസ് റീഓർഗനൈസേഷൻ നടത്തണോ വേണ്ടോ എന്നുള്ളതിന്റെ മിലിറ്ററി ലീഡേഴ്സിന്റെ കൺസെന്റ് കിട്ടിയിട്ട്, അഗ്രിമെന്റ് കിട്ടിയിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കണേ, അതാണ് കേട്ടോ. അപ്പം ഓഫീസ് ഓഫ് CDS ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് 2019. ഓക്കെ, ആൻഡ് അതിന്റെ മാൻഡേറ്റ്, അതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത്, അതിനെന്താ അതോറിറ്റി, അതിന്റെ അപ്രൂവൽ എന്തിനു വേണ്ടിയായിരുന്നു, ഒരു ജോയിൻനെസ് ക്രിയേറ്റ് ചെയ്യണം ഈ സർവീസസിൽ. ഈ 3 സർവീസസിലും ജോയിൻനെസ് ക്രിയേറ്റ് ചെയ്യണം. ഏതൊക്കെ ഓപ്പറേഷൻസിന്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യണം, ഓപ്പറേഷൻസിന്റെ കാര്യത്തിൽ ലോജിസ്റ്റിക്സ്, ട്രാൻസ്പോർട്ട്, ട്രെയിനിങ്, സപ്പോർട്ട് സർവീസസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യം വരുമ്പോഴായിക്കോട്ടെ, അതുപോലെ തന്നെ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ് ആയിക്കോട്ടെ, അതിലെല്ലാത്തിലും വേണം. അതിൽ ഒരു വിത്തിൻ ഒരു 3 വർഷത്തിനില്ല. ഇപ്പോൾ CDS വന്നതിൽ ഒരു 3 വർഷമില്ല. ഇപ്പോൾ 2019 തുടങ്ങിയ 2021, 22 ഉള്ളിൽ സംഭവങ്ങളൊക്കെ സെറ്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ആ അംബീഷൻ ഡിസ്റപ്റ്റ് ചെയ്യപ്പെട്ടു, അല്ലെ? ആ അംബീഷൻ ഒരു ഇടയ്ക്ക് വന്നൊരു പ്രശ്നം വന്നു. ഇപ്പോഴാണ് നമ്മുടെ അകാല മരണം നടന്നുള്ള ബിപിൻ റാവത്ത് മരിച്ചു. അപ്പോൾ അദ്ദേഹം മരിച്ചു പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ മരണം വന്നു. അങ്ങനെ പിന്നെ 9 മാസം കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്, ഈ പുള്ളിക്കാരന്റെ ചൗഹാന്റെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇത് ഒന്ന് ഡിസ്റപ്റ്റ് ചെയ്യപ്പെട്ടു, തടസ്സപ്പെട്ടായിരുന്നു. Has served a range of command, staff and instrumental appointment, including that of General of Military Operations and bring hope and experience. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ ഒരു അപ്പോയിന്റ്മെന്റ് നടക്കുന്നു, ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസിന്റെ ഇതുകൊണ്ട് നടക്കുന്നു. അങ്ങനെ ഇതുകൂടി ഇപ്പം നടന്നു, ഈ വേഗം നടന്നപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററിയും കൂടെ ഓപ്പറേഷൻസിൻ്റെയും കൂടെ അപ്പോയിൻമെൻറ്റ് കൂടെ നടക്കുമ്പോഴേക്കും നമുക്ക് ശരിക്കും ഒരു ഹോപ്പ് ആൻഡ് എക്സ്പീരിയൻസ് വരുവാണ്. അപ്പോൾ വീണ്ടും ആംഡ് ഫോഴ്സസിലൊരു റീഓർഗനൈസേഷൻ നടക്കും എന്ന രീതിയിലോട്ട് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു വെപ്പ്, ഇതാണ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്, ഇതാണ് ഇഷ്യൂസ്. ഇഷ്യൂസ് അല്ല, ദീസ് ആർ ദ തിങ്സ് ഹാപ്പനിങ്. ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ അതർ തിങ്സ്, കോൺസിക്വൻസസ്, ഓർ വാട്ട് ആർ ദ ഔട്ട്കം, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഔട്ട്കം എന്ന രീതിയിൽ നോക്കാം. ഓക്കെ, ഇറ്റ്സ് ആൻ അനലിറ്റിക്കൽ പാർട്ട്. നോക്കാം. The 9 months and changes in eligibility criteria it took before the appointment could be made point to the fact the CDS is still an evolving institution. The arbitrary changes which expanded the pool of eligible candidates for appointment as CDS may have diminished the dignity of the evolving office. In 2019, the Ministry of Defense was reorganized and a new Department of Military Affairs was carved out with the CDS as its secretary. That did not, however, ensure clarity in terms of functions and അപ്പോൾ 9 മാസങ്ങൾക്ക് ശേഷം
ഈ പറയുന്ന ചൗഹാനെ നമ്മുടെ എന്താണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്തപ്പോൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ചേഞ്ചസ് ഇൻ ക്രൈറ്റീരിയ. പിന്നെ ഈ പറഞ്ഞ 9 മാസം ഇസ് ലോങ് ടേം അല്ലേ? അല്ല, ഒരു കുഞ്ഞ് ജനിക്കുന്ന എടുക്കുന്ന ഒരു ഡെലിവറി ടൈം എന്ന് പറയില്ല അല്ലേ? ഒരു പ്രഗ്നന്റ് ആയിട്ട് ഒരു സ്ത്രീ ഇരിക്കുന്ന ഒരു ടൈം 9 months. അപ്പോൾ പറയുമ്പോൾ ഒരു സമയം ഇറ്റ്സ് എ ലോങ് ടൈം. ആ സമയം പിന്നെ മാത്രമല്ല ആ അപ്പോയിൻമെന്റ് എലിജിബിൾ ക്രൈറ്റീരിയ വന്ന മാറ്റം മുൻപും ഈ അപ്പോയിൻമെന്റിന് മുമ്പും പിന്നെ ഉള്ളതിനും വന്ന് മാറ്റവും കൂടെ ഒന്ന് നമ്മൾ എടുക്കണം. അപ്പോൾ നമുക്ക് മനസ്സിലാവും CDS എന്ന് പറയുന്നത് ഇപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഇവോല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഈ പറയുന്ന ആർബിട്രറി ചേഞ്ചസ് ഇതിൽ വന്നിരിക്കുന്നത് പെട്ടെന്ന് റാൻഡം ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഏതൊക്കെയാണ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് അപ്പോയിൻമെന്റ് വേണ്ടത് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഡിമിനിഷ്ഡ്. ശരിക്കും അത് ഡിമിനിഷ് ചെയ്തു, ലെസൺ ചെയ്തിട്ടുണ്ട്. ആ എലിജിബിലിറ്റി കാൻഡിഡേറ്റ്സിൻ്റെ ഉള്ള ആ പോസിബിലിറ്റി ഒക്കെ ഡിമിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്താ ഡിമിനിഷ് ചെയ്ത് കളഞ്ഞ് ഡിഗ്നിറ്റി ഓഫ് ദി ഇവോൾവിംഗ് ഓഫീസിൻ്റെ ഡിഗ്നിറ്റി മാറി എന്നാണ് പറയുന്നത്. കാരണം ഈ പറയുന്ന പെട്ടെന്ന് ഉണ്ടായിരുന്ന ക്രൈറ്റീരിയ മാറി വേറൊരു ക്രൈറ്റീരിയയിലോട്ട് വരുന്നു. കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ തകിടം മറിഞ്ഞിരിക്കും. ഇപ്പോൾ അവസ്ഥ മൊത്തം ഒരു ഷാറ്റേഡ് ആയിട്ടുള്ള അവസ്ഥയാണ്. അതിന് 2019 മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് റീഓർഗനൈസ് ചെയ്തു ആൻഡ് ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് കാവ് ഔട്ട് ചെയ്തു. CDS അതിന്റെ സെക്രട്ടറി ആയിട്ട് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ഈ ഒരു വലിയ ബോഡി എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് ആണ്. അപ്പോൾ ഇവിടെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൽ ശരിക്കും റീഓർഗനൈസേഷൻ നടന്ന് അപ്പോഴാണ് CDS വന്ന എപ്പോഴാണ് നോക്കണേ, ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ റീഓർഗനൈസേഷൻ നടക്കുന്നു, ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മിലിറ്ററി അഫയേഴ്സ് വരുന്നു. അങ്ങനെയാണ് CDSനെ സെക്രട്ടറി ആയിട്ട് മിലിറ്ററി ഓഫ് ഡിഫൻസിന്റെ സെക്രട്ടറി ആയിട്ട് CDS വരുന്നത്. മനസ്സിലായോ? അങ്ങനെ അപ്പോയിന്റ് ചെയ്ത് അങ്ങനെ 2019 ഇത് ഉടലെടുത്തത്, ഈ ഒരു ഓർഗനൈസേഷന്റെ ഈ ഒരു പോസ്റ്റ് ഉടലെടുത്തത്. പക്ഷേ ദാറ്റ് ഡിഡ് നോട്ട് ഹവർ എൻഷുർ ക്ലാരിറ്റി ഇൻ ടേംസ് ഓഫ് ഫംഗ്ഷൻ. എന്ത് ഫംഗ്ഷൻസ് ആണ് ഈ പറഞ്ഞ CDSനുള്ളതെന്ന് ക്ലാരിറ്റി കൊടുത്തിട്ടില്ലായിരുന്നു 2019. ആൻഡ് റോൾസ് എന്താണ്, ഫംഗ്ഷൻസ് ആൻഡ് റോൾസ് അക്രോസ് ദി ഡിഫൻസ് മിനിസ്ട്രിയിൽ CDSന്റെ റോൾ എന്താ, എന്ത് ഡ്യൂട്ടീസ് അദ്ദേഹം ചെയ്യേണ്ടതെന്നുള്ളതിനൊന്നും ഒരു ക്ലാരിറ്റി കൊടുത്തിട്ടില്ലായിരുന്നു. The CDS is also the principal military advisor to the defense minister and permanent chairman, chiefs of staff committee, which requires him to straddle administrative and operational functions. More clarity is needed regarding the functions of CDS, particularly in relationship with the service chiefs in terms of operational roles and administrative duties. While the big focus is likely going to be the theorization process, the other task before him would be bring in fiscal prudence and optimization and utilization of defense budget, especially given to the tough economic outlook. The war in Ukraine has also പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് നമുക്ക് ക്ലാരിറ്റി കിട്ടാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാൽ ഈ പറഞ്ഞ CDSന്റെ ഉത്തരവാദിത്തമാണ് പ്രിൻസിപ്പൽ മിലിറ്ററി അഡ്വൈസറാണ് ഇപ്പോൾ അദ്ദേഹം. ആർക്ക്? ഡിഫൻസ് മിനിസ്റ്ററിന്റെ ഒരു പ്രിൻസിപ്പൽ മിലിറ്ററി അഡ്വൈസറായിട്ട് ഉള്ള ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ പറയുന്ന CDS ആണ്. മാത്രമല്ല പെർമനന്റ് ചെയർമാനുമാണ്. പെർമനന്റ് ചെയർമാന്റെയും ഡിഫൻസ് മിനിസ്റ്ററിന്റെയും ആയ അഡ്വൈസറാണ്, ചീഫ് മിലിറ്ററി അഡ്വൈസറാണ്, പ്രിൻസിപ്പൽ അഡ്വൈസറാണ് ഈ പറയുന്ന നമ്മുടെ CDS എന്ന് പറയുന്നത്. മാത്രമല്ല ഇതേപോലെ തന്നെ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചീഫാണ്. ഇതെല്ലാം കൂടി കൂടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഇതിന്റെ മുകളിൽ കയറുന്ന അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ഓപ്പറേഷണൽ ഫംഗ്ഷൻസിന്റെയും സ്റ്റാർട്ട് ചെയ്യുന്ന ഗെറ്റ് ഓൺ ചെയ്യുന്ന അതിനെ മുകളിലിരുന്ന് ഭരിക്കാനുള്ള കഴിവുള്ള നേരാണ്. അതാണല്ലോ ഇതിൽ കൊടുത്തേക്കുന്ന ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയാണ് നമുക്ക് അപ്പോൾ ഏതൊക്കെ ഭാഗം പുള്ളി കൈകാര്യം ചെയ്യുമെന്നും ഓപ്പറേഷണൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അടിവരയിട്ട് പറയുമ്പോൾ എന്താണ് അതിലെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ക്ലാരിറ്റി ഇല്ലായ്മ ഇവിടെയുണ്ട്. അപ്പോൾ CDSന്റെ ഫംഗ്ഷനെ പറ്റിയും അതുപോലെ തന്നെ പെർട്ടിക്കുലർലി അദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് വിത്ത് സർവീസ് ചീഫ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണ് ഇൻ ടേംസ് ഓഫ് ഓപ്പറേഷൻ, പേഴ്സണൽ അല്ലല്ലോ, ഓപ്പറേഷണൽ റോൾസും അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസിലും എന്തൊക്കെയാണ് അദ്ദേഹത്തിന് ഉള്ള ഫംഗ്ഷൻസ് റോൾസ് എന്നുള്ളതൊന്നും ഞങ്ങൾക്ക് അറിയണം. ആ റിലേഷൻഷിപ്പ് ഒന്ന് അറിയണം. അതാണ് പറയുന്നത്. കാര്യം വെച്ചാൽ ഈ പറഞ്ഞ തിയറട്രൈസ് ചെയ്യുക എന്നുള്ളൊരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോഴും നമുക്ക് വേറെ കുറച്ച് പ്രോസസ്സുകൂടെ നമ്മൾ മുന്നോട്ട് ചെയ്യണം. കാരണം നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഫിസിക്കൽ പ്രൂഡൻസ് കൊണ്ടുവരണം, ഒപ്റ്റിമൈസേഷൻ ഇഫക്റ്റീവ് ആക്കണം. എന്തിൻ്റെ കാര്യത്തിൽ? ഡിഫൻസിൻ്റെ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ. ഡിഫൻസിൻ്റെ ബഡ്ജറ്റ് ഇച്ചിരി പ്രശ്നക്കാരനാണ്. കാരണം ഇപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ബഡ്ജറ്റ് ഡിഫൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് കൂടുതൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ടഫ് ഇക്കണോമിക് ഔട്ട്ലുക്ക് ഉള്ളത്. കാരണം വെച്ചാൽ നമ്മുടെ ഇക്കോണമി ഈസ് ലിറ്ററലി വലിയ ആക്റ്റീവായിട്ടൊന്നും കിടക്കുന്നൊന്നുമില്ല. ട്രാൻസ്ഫോർമേഷൻ വരണം, പാൻഡമിക്കിൽ നിന്ന് കുറച്ച് വല്യൂഷനൊക്കെ ആയി എന്ന് പറയുമ്പോഴും ഒരുപാടൊന്നുമില്ല, ഒരു കയ്യാലപ്പുറത്തെ തേങ്ങ തന്നെയാണ്. മാത്രമല്ല ഉക്രൈൻ വാർ ഹാസ് ഓൾസോ അണ്ടർസ്കോർഡ് ദ നീഡ് ടു ആക്സലറേറ്റ് ദ എഫർട്ട് ടു ബിൽഡ് ഇൻഡിജിനസ് കപ്പാസിറ്റീസ് ഇൻ ഡിഫൻസ്. ഡിഫൻസിൽ ഇൻഡിജിനസ് നമുക്ക് ഡിഫൻസിൽ നമ്മൾ സ്വന്തമായിട്ട് തനതായ ഡിഫൻസിൽ കപ്പാസിറ്റി മാനുഫാക്ചറിംഗ് ഒക്കെ സ്വന്തമായിട്ട് ഇവിടെ തന്നെ തുടങ്ങണം. അല്ലാതെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒക്കെ ഭയങ്കര പണിയായിട്ട് വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഫാക്ടറാണ്. മാത്രമല്ല റെസിലിയൻ്റ് ആയിട്ടുള്ള വളരെ ഹാർഡായിട്ടുള്ള ലോജിസ്റ്റിക് ചെയിൻസ് കൊണ്ടുവരണം.
പ്രിപ്പയർ ഫോർ ദ ഫ്യൂച്ചർ വാർസ് എഫക്റ്റീവ്ലി. വരാൻ പോകുന്ന വാറുകളിലെല്ലാം നമ്മൾ റെസിലിയൻ്റ് ആയിരിക്കണം. വി ഹാവ് ടു ബി വെരി മച്ച് സ്ട്രോങ്. അതിന് വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കാൻ ഇൻഡിജിനസ് ആയിട്ടുള്ള നേറ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റീസ് കൊണ്ടുവരിക, അതിലായിരിക്കണം നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ, ഡിഫൻസ് ബഡ്ജറ്റിന് വേണ്ടിയിട്ട് കാര്യത്തിൽ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാര്യങ്ങൾ നോക്കണമെന്നും ഇദ്ദേഹത്തിൻ്റെ റിലേഷൻഷിപ്പ് ഇൻ ഓപ്പറേഷണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞിട്ടാണ് അനലിറ്റിക്കൽ ആയിട്ടുള്ള ഈ ആർട്ടിക്കിൾ എൻഡ് ചെയ്തിരിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, യെസ്. കെ പി കുട്ടൻ, അതുപോലെ ഹവാമോളെ, ഇവിടെയായിരുന്നു രണ്ടുപേരും. യെസ്, മിസ്റ്റർ ആര്യയുടെ മുഹമ്മദ് അൺടൈംലി പാസ്റ്റ് അവേ അല്ല, അൺടൈംലി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ആണ് കേട്ടോ, അഡ്ജക്റ്റീവ് ആണ്. നമ്മുടെ അൺടൈംലി ഇങ്ങനെ പറയാം, മിസ്റ്റർ ആര്യയുടെ മുഹമ്മദ്സ് അൺടൈംലി ഡെത്ത് ക്രിയേറ്റഡ് കയോസ് ഇൻ ദ പാർട്ടി, അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെ കൊടുക്കാം കേട്ടോ. അൺടൈംലി ഡെത്ത് ഓഫ് മെനി പീപ്പിൾ ആർ ഡ്യൂ ടു അൺഹെൽത്തി ലിവിംഗ് പ്രാക്ടീസസ്. ഗ്രേറ്റ്. ഷീ ഈസ് എ ഡിസിഡൻറ്റ് ഫോർ മൈ ഫ്യൂച്ചർ. ഓക്കെ. നീൽ ആംസ്ട്രോങ് സ്റ്റാർഡിൽഡ് മൂൺ. സ്റ്റാർഡിൽഡ് സ്പെല്ലിംഗ് നോക്കിയേ. സുപ്രഭാത് റിന്റു മാം. എടാ കൊള്ളാം, എൻ്റെ പൊന്നിടാവേ. മൂവിങ് ഓൺ. അപ്പോൾ നമ്മുടെ KS ബാച്ചിന് ഇപ്പോൾ പൈസ കുറച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് 6600 രൂപയാണ് ഇപ്പോൾ കോഴ്സ്. 7000 ചില്ലറ രൂപ, 6600. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 5000 രൂപയ്ക്ക് കുറഞ്ഞ് 4000 സംതിങ്ങിന് ഇപ്പോൾ കിട്ടും. 4000 റുപ്പീസിൽ നിങ്ങൾക്ക് നമ്മുടെ KS ബാച്ച് കിട്ടും. ഈ ഒരു ദിവസം മാത്രമുള്ള ഓഫറാണ്, ഇന്നത്തെ ഒരു ദിവസത്തേക്ക് മാത്രമുള്ള ഓഫർ. 4000 രൂപയ്ക്ക് നിങ്ങൾക്ക് KS ബാച്ച് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ കോഡ് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട, Y314 എന്ന കോഡ്. കമ്പനി ബോർഡ് എൽറ്റിസിൻ്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വേഗം ജോയിൻ ചെയ്യുക. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അവസാന നിമിഷത്തേക്ക് വേണ്ടി പഠിക്കാനിരുന്ന കയ്യിൽ നിന്ന് പോവും. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, ഉഷാറായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. Opposition parties are too divided on several issues that form a national alternative to the Bharatiya Janata Party. പറയാമോ എന്താണ് ഇവിടുത്തെ എറർ എന്ന് പറയൂ. Yes, opposition parties are too divided on several issues that form a national alternative to the Bharatiya Janata Party. പറയൂ. ആൻസർ പറയൂ. എവിടെയാണ് എറർ? സിമ്പിൾ ആണ് സംഭവം, സിമ്പിൾ എറർ ആണ്. പറയാമോ അത്? കാണുന്നുണ്ടോ നിങ്ങൾ ഇത് കാണുന്നുണ്ടോ? 2 വേണ്ടെന്നോ? 2 വേണം. 2 വേണ്ടാത്തല്ല. 2 ഉണ്ട്. 2 ഉണ്ടെങ്കിൽ 2 വേണ്ടായികയല്ല. 2 കട്ട് ചെയ്ത് കളയത് രശ്മി. അങ്ങനെ നമ്മൾ ഒരിക്കലും സ്പോട്ട് ദർ വെക്കില്ല. ഓപ്പോസിഷൻ പാർട്ടീസ് ആർ ടു ഡിവൈഡ്, ഭയങ്കര ഡിവൈഡ് ആണ് ഓൺ സെവറൽ ഇഷ്യൂസ്. ദാറ്റ് ആണോ? ഒരിക്കലും 2ന്റെ കൂടെ ദാറ്റ് വരില്ല. അവിടെയാണ് തെറ്റ്. ദാറ്റ് വരില്ല. കാരണം എന്താ? 2ന്റെ കൂടെ 2 ഇൻഫിനിറ്റീവ് ആണ്. സോയുടെ കൂടെ ദാറ്റ് ഓർത്ത് വെച്ചോളാം. ഇത് രണ്ടും കോറിലേറ്റീവ്സ് ആണ്. സോ ദാറ്റ് 2 and 2. സോ ദാറ്റ് വരുമ്പോൾ അത് കോംപ്ലക്സ് സെന്റൻസ് ആയി. 2 വരുമ്പോഴേക്കും ഇൻഫിനിറ്റീവ് ആയതുകൊണ്ട് തന്നെ അത് സിമ്പിൾ സെന്റൻസും ആയി. 2 പ്ലസ് 2 ഇൻഫിനിറ്റീവും സോ പ്ലസ് ദാറ്റും കാര്യകാരണം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. മനസ്സിലായോ? ഇത് രണ്ടും കോറിലേറ്റീവ്സ് ആണ്, ഓർത്ത് വെച്ചോണം. 2ന്റെ കൂടെ 2 + V1 ഉപയോഗിക്കുക. Opposition parties are too divided on several issues to form a national alternative to Bharatiya Janata Party എന്നാണ് പറയുന്നത്. അല്ലല്ല, കോഡ് ME15 ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ടേ കിട്ടുള്ളൂ. KP കുട്ടൻ, നിനക്കറിയാതെ Y314 ഇട്ടാൽ മതി, നിനക്ക് 15% ഡിസ്കൗണ്ട് കിട്ടും. പ്ലസ് ഈ പറയുന്ന ഡബിൾ വാലിറ്റി ഓഫറും കിട്ടും ഇപ്പം മേടിക്കുവാണെങ്കിൽ. അപ്പോൾ എനിവേസ് നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The Home Ministry's decision to ban the Popular Front of India and their affiliates is a rushed one. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഉഷാറായിട്ടിരിക്കുക. അപ്പം നാളെ കാണാം. നാളെ രാവിലെ ഞാനുണ്ട്. നാളെ രാവിലെ സാറ്റർഡേ ക്ലാസ് ഉണ്ട്. നാളെ രാവിലെ കാണാം. അപ്പോൾ അപ്പോഴേക്കും ആൻസർ ഒക്കെ എഴുതിയിട്ട് എനിക്ക് കോമന്റ് സെക്ഷനിൽ ഇട്ടോണം. ഞാൻ നോക്കുവേ ആരൊക്കെ ആൻസർ ചെയ്തു എന്ന്. സ്പോട്ട് ദർ ഇസ് ഫോർ യു പീപ്പിൾ. നിങ്ങൾ ചെയ്ത് നോക്കി കോമന്റ് സെക്ഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാവരും ഇടണം കേട്ടോ. അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ Adda247 കേരള സെൻട്രൽ എക്സാംസ്. അപ്പോൾ നമ്മുടെ 2 ടെലിഗ്രാം ചാനലും അപ്ഡേറ്റ് ആയിരിക്കും. ഇന്ന് വൈകുന്നേരം 3 മണിക്ക്, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഞാൻ ഡിഗ്രി പ്രിലിംസിൻ്റെ PYQ അല്ല, ഇംഗ്ലീഷ് ക്വസ്റ്റൻസ് ആയിട്ട് PSC ബുള്ളറ്റിൻ ക്വസ്റ്റൻസുമായിട്ട് വരും. അപ്പോൾ PSC ബുള്ളറ്റിൻ പഠിച്ചിട്ടില്ലാത്തവർ അല്ലെങ്കിൽ ശ്രദ്ധിക്കാത്തവർ PSC ബുള്ളറ്റിൻ ക്വസ്റ്റൻസ് നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യണം. ഡിഗ്രി പ്രിലിംസിന് വേണ്ടി പഠിക്കുന്നവർ ആരെങ്കിലും ഡിഗ്രി പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയാട്ടോ അവരോട്. നമുക്ക് ഇംഗ്ലീഷിലെ കുറച്ച് ഡിഗ്രി പ്രിലിംസിലെ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം. PSC ബുള്ളറ്റിൻ ക്വസ്റ്റൻസ് ആയിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ വൈകിട്ട് 3 മണിക്ക് കാണാം കേട്ടോ. സമയം ഇല്ലാത്ത സമയമാണ്, എന്നാലും നമുക്ക് 3 മണിക്ക് കാണണം അല്ലേ?
3 മണിക്കാണ് വൈകുന്നേരം. ഇന്ന് ഇച്ചിരി നട്ടോട്ടമായിരിക്കും, എന്നാലും 3 മണിക്ക് ഞാൻ ക്ലാസ്സിൽ വന്നിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അപ്പോൾ ലൈക്ക് ഇടാൻ മറക്കണ്ട. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തെടുക്കുക. ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ കോമൻറ്റ് സെക്ഷനിൽ ഡൗട്ട്സ് ഉണ്ട് ഇടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച് പീപ്പിൾ. ഹാവ് എ വണ്ടർഫുൾ ഡേ. 3 മണിക്ക് കാണാം. Adda247 മലയാളം ആപ്പ് എങ്ങനെ കിട്ടുന്നതെന്നോ? Adda247 ആപ്പ് എടുക്കുക. അപ്പോൾ ആപ്പ് എടുക്കുമ്പോൾ അവർ ചോദിക്കും എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാം മാറ്റി പിടിക്കുക. സ്റ്റേറ്റ് എക്സാംസ് കൊടുക്കുക, കേരള എക്സാംസ് കൊടുക്കുക ഇർഫാന. അതുകൊണ്ടാണ്. ഇപ്പോൾ ഓക്കെ നന്ദീഷ, അത് മതി. ഓക്കെ, സ്റ്റേറ്റ് എക്സാംസ് ക്ലിക്ക് ചെയ്താൽ മതി. അതെ. ഓക്കെ, അപ്പോൾ ടാറ്റാ പീപ്പിൾ, ബൈ.